ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്ന് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം. ഇന്നലെ നമ്മൾ മനോഹരമായ ഒരു സെഷൻ എടുത്തു കഴിഞ്ഞു. ഇന്ന് 4ാമത്തെ ദിവസം വെൽമൈൻഡിന്റെ ആഭിമുഖ്യത്തിലുള്ള ഇമോഷണൽ റീ അലൈൻമെന്റ് എന്നുള്ള സെഷന്റെ ആ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഓർക്കുക, നമ്മളിങ്ങനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമ്മുടെ വീട്ടുകാർക്കും അനുഭവപ്പെടും. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് തന്നെ മൊത്തത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാവുന്നു. ഒരുപാട് പേർ ഞങ്ങളോട് അത് പറയാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ദിവസം മനോഹരമാക്കാനായിട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്നത്തെ സെഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അതുക്ക് മുമ്പ് ഒരു ചെറിയൊരു സംഭവം, ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. വളരെ പെട്ടെന്നാണ് ഒരു ശക്തമായ മഴ ആരംഭിച്ചത്. ആ പ്രദേശത്തെ ആകെ വെള്ളത്താൽ ചുറ്റപ്പെട്ടു. അപ്പൊ ഈ വെള്ളം നിറഞ്ഞ് കരകവിഞ്ഞൊഴുകയാണ്. റോഡ് ഏതാണ്, പാടം ഏതാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഏകദേശം 6 മണിയായി കാണും വൈകുന്നേരം. പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇരുട്ടായി. അപ്പോഴാണ് ആ റോഡിനടുത്തുള്ള ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടയുമായി റോഡിലേക്ക് ഇറങ്ങി. കോരിച്ചൊരിയുന്ന മഴ, ഒപ്പം ഇടിയും മിന്നലും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് എന്തോ ഒരു അപകട സൂചന തോന്നി. അങ്ങനെയാണ് അദ്ദേഹം ആ മഴയെ ഗവനിക്കാതെ നേരെ റോഡിലേക്ക് ഇറങ്ങി. നിരവധി വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞാണ് അദ്ദേഹം ഒരു സത്യം, ഒരു ദുഃഖസത്യം മനസ്സിലായത്. തൊട്ടടുത്ത കരയെ ബന്ധിപ്പിക്കുന്ന പാലം, തൊട്ടടുത്ത കരയെ ബന്ധിപ്പിക്കുന്ന ആ ഒരു വലിയ പാലം ഈ ശക്തമായ മഴയാൽ കുത്തൊഴുക്കിൽപ്പെട്ട് പാലം തകർന്നു പോയിരിക്കുന്നു. അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളൊന്നും മറുകരയിലെത്താതെ ആ പുഴയിൽ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് അദ്ദേഹം മനസ്സിലായ ഉടനെ തന്നെ അദ്ദേഹം ഓരോ വാഹനത്തെയും കൈകാണിച്ചു. ആ മഴ നനഞ്ഞ് കൈകാണിക്കുന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു വാഹനവും നിർത്തിയില്ല. എല്ലാ വാഹനവും അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കോരിച്ചെറിയുന്ന മഴയെ ഗവനിക്കാതെ തന്റെ ആ മുഖത്ത് വരുന്ന മഴത്തുള്ളികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വീണ്ടും വീണ്ടും ആ റോഡിൽ നിന്ന് കൈകാണിച്ചപ്പോൾ ഒരു വാഹനം അദ്ദേഹത്തിനെ ഇടിക്കാതെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിച്ചു, ഗ്ലാസ് താഴ്ത്തിയിട്ട് ആ ഡ്രൈവർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ആവശ്യം? വളരെ വളരെ എന്താ പറയുന്ന ദേഷ്യപ്പെട്ട് ചോദിച്ചു. ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സുഹൃത്തെ, ശക്തമായ മഴയിൽ ആ പാലത്തിനപ്പുറമുള്ള ആ റോഡിനപ്പുറമുള്ള പാലം കുത്തൊഴുക്കിൽപ്പെട്ട് തകർന്നു പോയിരിക്കുന്നു. അപ്പുറേ പോകുന്ന വാഹനങ്ങളൊന്നും കരയിലെത്താൻ പറ്റാതെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടതും അദ്ദേഹത്തിന്റെ മുഖത്ത്, ആ യാത്രക്കാരന്റെ, ആ ഡ്രൈവറുടെ മുഖത്ത് വല്ലാത്തൊരു ആശ്വാസം തോന്നി. പ്രിയമുള്ളവരെ, നമ്മളുടെ യുവാക്കളും വിദ്യാർത്ഥികളും ഇതുപോലെയുള്ളൊരു പരക്കം പാച്ചില്ല. അപകട സൂചന കാണിച്ചാലും നിർത്താതെ, ചില സിഗ്നലുകൾ കാണിക്കുമ്പോൾ നിർത്താതെ ഓട്ടത്തിലാണ്. നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു സിഗ്നലുകൾ കാണിക്കാനായിട്ട് ആരെങ്കിലൊക്കെ വന്നു ചേരും. ആ അപകട സിഗ്നലിനെ മനസ്സിലാക്കി, അദ്ദേഹം പറയുന്ന ഒരു ഉപദേശം മനസ്സിലാക്കി, ഒരുപക്ഷെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കാം, നമ്മൾ കാണുന്ന ഒരു ഡോക്ടർ ആയിരിക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ട ഒരു നിർദ്ദേശം തരുന്നു. നിങ്ങൾ ഇനി ഇതിനപ്പുറം നിങ്ങൾ പോകരുത്, നിങ്ങളുടെ ഭക്ഷണം നിയന്ത്രിക്കണം എന്ന് പറയുന്ന ആ ഡോക്ടറുടെ, എന്ന് പറയുന്ന ക്ലാസ് എടുക്കുന്ന ഒരാളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരും. ഈ കഥയിലെ ഈ സംഭവം ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ആരെങ്കിലൊക്കെ വന്നു ചേരും ഒരു കൈ സഹായത്തിനായി. നിങ്ങളുടെ തോളിൽ തട്ടി പറയും, സാരമില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു. ഇതാണ് വെൽമൈൻഡ് നടത്തുന്ന. ഇതാണ് നമ്മൾ ഹൃദയം കൊണ്ട് തന്നെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന ഈ വെൽമൈൻഡിന്റെ
ഒരു പുതിയൊരു കോഴ്സ് തന്നെയാണ്. അടുത്തൊരു ബാച്ച് തന്നെയാണ് ഇമോഷണൽ റിയലൈൻമെന്റ്. അപ്പൊ ഇന്നത്തെ സെഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇമോഷണൽ ട്രിഗേഴ്സ്, ഏതൊക്കെ കാരണങ്ങളാണ് നമുക്ക് ഇമോഷൻ ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ച് സെഷൻ എടുക്കാനായിട്ട് ഇന്ന് നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റാരുമല്ല, ഷബാസ് ഷംനാദ് ആണ്. അറിയാം, ബൈ പ്രൊഫഷൻ ടീച്ചർ, ബൈ പാഷൻ ട്രെയിനർ, കൗൺസിലർ, നിരവധി ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഒരു ബുക്കിന്റെ റീബൂട്ട് യുവർ മൈൻഡ് എന്ന ബുക്കിന്റെ ഓതറാണ്. അങ്ങനെയുള്ള ഷബാസ് ഷംനാദിനെ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി വെൽക്കം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന ഓരോ പാർട്ടിസിപ്പന്റെയും വെൽക്കം ചെയ്യുന്നു. വെൽക്കം ഷബാസ് ഷംനാദ്. പ്ലാറ്റ്ഫോം ഈസ് ഫോർ യുവേഴ്സ്. ഓക്കെ, വീഡിയോ ഓൺ ആയില്ല? വീഡിയോ ആണല്ലേ സാറേ? ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, ഓക്കെ ആണ്, ഓക്കെ ആണ്. എനിക്ക് ചെറിയ നെറ്റിന്റെ ഇഷ്യൂ ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ടത്. സൗണ്ടോ? സൗണ്ട് ഇപ്പൊ കുഴപ്പമില്ല. ഹലോ, ക്ലിയർ അല്ലേ? ക്ലിയറാ. തുടങ്ങാം. അപ്പോ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത അനിൽ സാറിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമുക്ക് ഇന്ന് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ സാധിച്ചതിനും ഇവിടെ ഈ ക്ലാസ്സിൽ ഇരിക്കാൻ സാധിച്ചതിനും സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ERAയുടെ 4ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഈ ഇമോഷനെ നമ്മൾ അവെയർ ആകുമ്പോഴാണ് നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ അത് അലൈൻ ചെയ്യും. നമുക്ക് ഇമോഷൻസ് വന്നു എന്നറിയുമ്പോഴല്ലേ നമുക്ക് അതിനെ അലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇമോഷണൽ അവയർനെസ് ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഇപ്പൊ കറന്റ്ലി നിങ്ങളുടെ ഇമോഷൻ എന്താണ്? ഹാപ്പി ആണോ, സങ്കടം? ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക, എന്നിട്ട് നിങ്ങളുടെ ഇമോഷൻ എന്താന്ന് ഒന്ന് അനലൈസ് ചെയ്യുക. ഇപ്പോ നിങ്ങൾ എന്ത് രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്? ഓക്കെ, ഹാപ്പിയാണ്. ഓരോരുത്തർക്കും ഓരോ, ഇപ്പം വിമൽ സാർ ഹാപ്പിയാന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും അനിൽ സാറെ കേട്ടില്ല. അനിൽ സാറും ഹാപ്പിയാണ്. എല്ലാവരും ഈ ക്ലാസ് കേൾക്കാൻ വന്നതിന്റെ ഒരു ഹാപ്പിനെസ്സിൽ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ ചിലപ്പോ നമ്മളൊരു ക്ലാസ് കാണാൻ വരുമ്പോ നമുക്ക് ടെൻഷൻ ആയിരിക്കാം, പേടിയായിരിക്കാം. കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സും ഫ്രീ ആണ്. ഈ ക്ലാസ് കേൾക്കാൻ വന്നപ്പോ അംബിക മാമിന്റെ മനസ്സും എല്ലാം ഫ്രീ ആയിട്ട് വളരെ സന്തോഷമായിട്ടാണ് ഈ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. എന്നാൽ ഞാൻ നേരെ തിരിച്ചൊരു കാര്യം പറയട്ടെ. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇതിപ്പോ സെക്കൻഡ് ബാച്ചാണ്. അപ്പോ നമുക്കെല്ലാം ഓൾറെഡി ഉണ്ട് കയ്യില്. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന് നോക്കിയപ്പോ ഇന്നത്തെ ക്ലാസ്സിലെ PPT കാണാനില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്തു. ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് ഈ ബാച്ചിൽ നടന്ന ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് വരാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതെടുത്ത് നോക്കി, അതിൽ PPT ഒക്കെ ഉണ്ട്. ഞാൻ തന്നെയാണ് ക്ലാസ് എടുത്തേക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ PPT ഇല്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ്, ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നെറ്റിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ നിന്ന് കറണ്ടിന് എന്തോ പ്രശ്നമായിട്ട് ട്രാൻസ്ഫോമർ മാറ്റലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നലെ മുതൽ നെറ്റിന് എന്തോ ചെറിയ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലെ എന്തോ കേബിളിന് എന്തോ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, ഇലക്ട്രിസിറ്റിയുടെ വർക്കും നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഒരു കേബിളിൽ കൂടെ മീൻസ് ഒരു പോസ്റ്റിൽ കൂടെ പോകുന്നത് കൊണ്ട്, ഒരു കേബിൾ അല്ല പോസ്റ്റിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ അതില് അവര് ചേഞ്ചസ് വരുത്തുമ്പോൾ അത് നമ്മളെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കറന്റ്ലി ഇവിടെ കറണ്ടും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പൊ എന്താണ്, ആ ഒരു സമയത്ത് ഫസ്റ്റിലെ ജസ്റ്റ് PPT ഇല്ല എന്നറിഞ്ഞു. ഞാൻ നോക്കിയപ്പോ സമയം 7:30 ഒക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് എന്താണ് ആദ്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു ടെൻഷൻ അല്ല, ജസ്റ്റ് എന്താ ഞാൻ ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് നോക്കിയപ്പോ ഞാൻ
എന്റെ ഒരു PPT നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു PPT എനിക്ക് ആ ടൈമിൽ കിട്ടി. അതായത് ഞാൻ കറന്റ്ലി PhD ചെയ്തുകൊണ്ടിരിക്കുക. PhDയുടെ ഫൈനൽ സബ്മിഷൻ ആയി. അപ്പൊ ഫൈനൽ സബ്മിഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ സിനോപ്സിസ് ഇടയ്ക്ക് എടുത്ത് വായിച്ച് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ സിനോപ്സിസ് അന്ന് പ്രസന്റ് ചെയ്യാൻ നമ്മൾ അന്ന് യൂസ് ചെയ്ത PPT ഇന്ന് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷങ്ങൾക്ക്, അതായത് 1 ഇയർ കഴിയുമ്പോഴാണ് നമുക്ക് DRC കിട്ടിയിട്ട് നമ്മൾ നമ്മുടെ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോ അതിനുശേഷം 2 വർഷം ആകാൻ പോകുന്നു. ടോട്ടൽ 3.5 വർഷമാണ്. ഫസ്റ്റ് ഇയർ എക്സാം എഴുതി അതിനുശേഷമാണ് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ തീസിസ് സബ്മിറ്റ് ചെയ്യുന്നത്, സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുന്നത്. ആ സമയത്തെ PPT ആണ്. അപ്പൊ എനിക്ക് ഇന്ന് ഈ ക്ലാസ്സിനുള്ള PPT മിസ്സായപ്പോ എനിക്ക് നെക്സ്റ്റ് അവിടെ എന്താ വന്നത്, ആ PPT എനിക്ക് കിട്ടി. ഞാനത് മിസ്സായി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ക്ലാസ് എടുക്കാൻ സമയത്ത്, നമ്മൾ പ്രസന്റ് ചെയ്യാൻ സമയത്ത് നമ്മൾ കോളേജിൽ ഈ സംഭവം സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്മിറ്റ് ചെയ്തത് ഞാൻ കുറെ സെർച്ച് ചെയ്തു. എന്റെ മെയിൽ ID വെച്ചിട്ടായിരിക്കും നമ്മൾ സെർച്ച് ചെയ്തത്. മെയിലൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ എനിക്ക് ടെൻഷനായി. കാരണം എന്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഫ്രണ്ട്സ് ആണ് അന്ന് കോളേജിന്റെ ഗ്രൂപ്പിലേക്ക് ഇട്ടെങ്കിൽ പിന്നെ എനിക്ക് അത് കിട്ടാൻ എന്താണ് ഓപ്ഷൻ എന്നുള്ള വിചാരിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് ഈ 7:30-ക്ക് ആ ഒരു സാധനം മിസ്സായപ്പോ എനിക്ക് മറ്റൊരു സന്തോഷമാണ് വന്നത്. അപ്പൊ എനിക്ക് അതെന്താണ് ഒരു എൻകറേജ് ആയി. ഞാൻ ഇല്ല എന്ന് പ്രതീക്ഷിച്ച സാധനം കിട്ടി. ഇത് ഇന്നത്തെ ക്ലാസ്സിനുള്ള PPT അല്ലേ, 1/2 മണിക്കൂറുണ്ട് എനിക്ക്. കാരണം അന്ന് മറ്റേ PPT എന്ന് പറഞ്ഞാൽ സെയിം, അന്ന് നമ്മൾ പ്രസന്റ് ചെയ്ത PPT തന്നെ ചിലപ്പോ അത്യാവശ്യം വരാം. പക്ഷെ ഇതങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുത്ത ക്ലാസ് ആണ്. ആ ക്ലാസ്സിന്റെ ഒരു PPT ജസ്റ്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ വീണ്ടും അടുത്ത PPT. അപ്പൊ ഞാൻ ഈ ഒരു റീസൺ പറയാൻ, അതായത് ഇന്നത്തെ ഈ ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞു. പക്ഷെ ഞാനും ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാൻ എന്റെ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച PPT കിട്ടിയപ്പോ തന്നെ ഞാൻ ഹാപ്പി ആയി. അപ്പൊ എനിക്കതൊരു പോസിറ്റീവ് തോട്ടാണ് വന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന നമ്മുടെ ഇമോഷൻസ് അറ്റ് എ ടൈമിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇമോഷണൽ അവയർനെസ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ആ സമയത്ത് ഞാൻ ആദ്യം ചിന്തിച്ചത് ഇപ്പോ എന്റെ ഇമോഷൻ എന്താണ്. ഞാൻ PPT തപ്പിയപ്പോ കിട്ടാത്തപ്പോ എന്റെ ഇമോഷൻ എന്താന്ന് ഞാൻ മനസ്സിലാക്കി അവെയർ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഇതിനെന്താണ് പ്രതിവിധി. നെക്സ്റ്റ് പുതിയൊരു ഞാൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു PPT എനിക്ക് കിട്ടിയപ്പോ ഞാൻ അവിടെ എന്റെ ഇമോഷൻ എന്താണെന്ന് അപ്പൊ വീണ്ടും ഞാൻ ചെക്ക് ചെയ്തു. നമ്മുടെ ഇമോഷൻ ഓരോ സമയത്തും നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് പാനിക് ആകാമായിരുന്നു. ജസ്റ്റ് ഇനി ഹാഫ് ആൻ അവർ ഉള്ളൂ, 1/2 മണിക്കൂർ കൊണ്ട്, 1/2 മണിക്കൂർ പോലും ഇല്ല, 7:30-ക്ക് ശേഷം നമുക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാം എടുത്ത് സെറ്റായി സൂം ഓപ്പൺ ആക്കാലോ എന്ന് വിചാരിച്ച് നോക്കുന്ന സമയത്താണ് PPT മിസ്സിംഗ് ആയിട്ട് കാണുന്നത്. വളരെ കുറഞ്ഞ നേരമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് പാനിക് ആവാം നമുക്ക് പല കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മുടെ ഇമോഷൻസിന് അവെയർ ആകുമ്പോൾ, ഞാൻ പാനിക് ആയതുകൊണ്ട് യാതൊരു പ്രയോജനം, അങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ അവെയർ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അവിടെ പ്രതികരിക്കാൻ സാധിക്കും. പകരം നമുക്ക് അവെയർ അല്ലെങ്കിൽ നമുക്ക് അതേ സമയത്ത് ടെൻഷൻ, സ്ട്രെസ് കാര്യങ്ങൾ കൂടിയിട്ട് നമുക്കത് ഒരു നെഗറ്റീവ് ഫീലിംഗിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ നിങ്ങൾ തന്നെ ഓരോരുത്തരും അവെയർ ആയി, ഞാനിപ്പോ ഹാപ്പിയാണ് എന്നുള്ള ആ ഒരു അവെയർനെസ്, ഈ ഇമോഷണൽ അവെയർനെസ് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യും. കാരണം ആ അവെയർനെസ്, ഞാനിപ്പോ സ്ട്രെസ്ഡ് ആണ്, എനിക്ക് ദേഷ്യം എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നുണ്ട് അല്ലെങ്കിൽ സങ്കടം ഉണ്ട് എന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു ഇമോഷനെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇമോഷണൽ അവയർനെസ് ആൻഡ് ട്രിഗേഴ്സ്. നമ്മുടെ ഇമോഷനെ എന്തൊക്കെയാണ് ട്രിഗർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് മൊമെന്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ വിശ്വസിച്ചൊരു സംഭവം കിട്ടിയപ്പോ, അപ്പൊ ആ ഒരു തോട്ടാണ് എന്റെ ആ ഇമോഷനെ ചേഞ്ച് ചെയ്യുക. ആദ്യം ഇതൊരെണ്ണം, നീ നെക്സ്റ്റ് ഇത് റെഡി ആക്കണല്ലോ. എന്നാലും ഓൾറെഡി ഞാൻ ഫസ്റ്റിൽ എടുത്തു നോക്കി, കഴിഞ്ഞ ക്ലാസ്സിലെ PPTയുടെ പേര് കിട്ടാൻ വേണ്ടിയിട്ട്, ആ സെയിം PPT കിട്ടാൻ വേണ്ടി പേരിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എടുത്തു നോക്കി. പക്ഷെ ആ പേര് കിട്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. എന്നാ റാൻഡം ആയിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കി കണ്ടുപിടിക്കാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് അടുത്ത സംഭവം കിട്ടുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ ആ ഒരു കാര്യം വരുമ്പോ
എന്താണ് ആ ഇമോഷനെ മനസ്സിലാക്കിയിട്ട് ഞാൻ പാനിക് ആവാതെ എനിക്ക് ഒരു ടെൻഷൻ വന്നിട്ടുണ്ട് മനസ്സിലാക്കി അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെങ്കിൽ അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണം? അവയർനെസ് വേണം. ഇതുപോലെ നമുക്ക് പലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും പല സമയങ്ങളിലും പല ചില ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ അത് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഞാൻ അവിടെ എല്ലാം ഈ ഒരു ഇഷ്യൂ വന്നു, ഞാൻ അതിനെ പ്രോപ്പർ ആയിട്ട് എനിക്കത് മാനേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് ഇത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തതിന് മുമ്പ് ഇതുപോലൊരു ഇഷ്യൂ വരുമ്പോൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ ആ ഒരു സമയത്ത് അവർ അനുഭവിച്ച ആ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള കാരണമുണ്ട്. അതിനെയാണ് നമ്മൾ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ ഈ സെയിം രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രിഗർ ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞപ്പോ എന്നെ എല്ലാവരും പോസിറ്റീവ് കമ്മ്യൂണിലെ ഒരു മെമ്പറാണ് ഞാൻ. അതിൽ എല്ലാവരും എന്നെ അതുപോലെ ടോട്സിൽ ക്ലാസ് എടുക്കാറുണ്ട്. ഒരു പ്രാവശ്യം ക്ലാസ് എടുക്കാനൊക്കെ ഏറ്റു രാവിലെ 6:30-ആയിരുന്നു ക്ലാസ്സിന്റെ ടൈം. ആ സമയത്ത് ഞാൻ തലേന്ന് എന്റെ മക്കൾക്ക് കളി ഉണ്ടായിരുന്നു, മക്കളെ കൊണ്ട് ട്രിവാൻഡ്രം പോവായിരുന്നു. ഞാൻ രാവിലെ 6 മണിയാകുമ്പോൾ ട്രിവാൻഡ്രത്ത് എത്തും. അവിടെ എത്തി റൂമിൽ വന്നിട്ട് ക്ലാസ് എടുക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. ബസ് വൈകി ലാസ്റ്റ് ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ ടൈമിൽ ബസ്സിന്റെ ഉള്ളിൽ പെട്ടുപോവാണ്, KSRTC ബസ്സിന്റെ ഉള്ളിൽ. നെക്സ്റ്റ് ഞാൻ ആ ഒരു മൊമെന്റ് ഇനി എന്താ ചെയ്യുന്നത്? അത്രയും ലേറ്റ് ആയിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ബസ്സിന്റെ ഉള്ളിൽ ഇരുന്ന് KSRTC ബസ്സിൽ ഇരുന്ന് ക്ലാസ് എടുത്തു. പക്ഷെ എല്ലാവരും അപ്പൊ ഇതുപോലെ ഉള്ള ഇഷ്യൂസ് പലപ്പോഴും ഞാൻ എനിക്ക് വരാറുണ്ട്. വരുമ്പോ എല്ലാം ഞാൻ അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാനിത് മാനേജ് ചെയ്ത് കൊണ്ടുപോയാരണം എനിക്ക് അവിടെ നിന്ന് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടിയേക്കാണ്. എനിക്ക് ഇനിയൊരു പ്രശ്നം വന്നാൽ അതിനെയും ഓവർകം ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരാൾക്ക് ഒരു പ്രാവശ്യം ഇതുപോലൊരു ഇഷ്യൂ വന്നു, അന്ന് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല, അവർ വളരെ രീതിയിൽ സഫർ ചെയ്തു. അപ്പോ പിന്നീട് അതുപോലുള്ള സെയിം പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പഴയ കാലത്തെ ഓർമ്മകൾ അവരെ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് നമ്മുടെ ട്രിഗേഴ്സ്. അതായത് സെയിം ഇവന്റ് നമ്മുടെ ലൈഫിൽ മുമ്പ് നമ്മുടെ ഇമോഷൻസിനെ ബാധിച്ച കാര്യങ്ങൾ പിന്നീട് വരുന്ന, അതായത് ആ ഒരു കാര്യം നമ്മുടെ കറണ്ട് ഇമോഷനെ ചിലപ്പോ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോ, ഇതിനു മുമ്പ് ഞാൻ ആ ഒരു ഇഷ്യൂ വന്നപ്പോ എനിക്ക് അന്ന് ക്ലാസ് എടുക്കാൻ സാധിച്ചില്ല, മറ്റുള്ളവരെ എന്നെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ അന്ന് വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ഇന്ന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമോ, അന്നത്തെ പോലെ നമ്മൾ പറയില്ലേ അന്നത്തെ പോലെ ആകുമോ എന്നുള്ള ഒരു ടെൻഷൻ, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു ഇമോഷൻ, അതായത് മുമ്പുള്ള ഒരു ഇമോഷൻ നമ്മളെ ട്രിഗർ ചെയ്യാനുള്ള ചാൻസ്, അതിനെയാണ് നമ്മൾ ട്രിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതേക്കുറിച്ച് ഒന്ന് എങ്ങനെ വരും, ഈ ട്രിഗേഴ്സിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റില് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് നമ്മുടെ ഇമോഷൻസ് എന്ന്, അല്ലെ? ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഹാപ്പിയാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇതെന്താണ്? നിങ്ങൾ ഓൾറെഡി ഹാപ്പി ആയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സേഫ് ആയിട്ട് വീട്ടിൽ ക്ലാസ് കേൾക്കാൻ വേണ്ടി വളരെ ഇതായിട്ട് നിങ്ങൾ ഇരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? അതുപോലെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പൊ നിങ്ങൾ അലട്ടുന്നില്ല, ഇല്ലേ? ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മേരിക്കുഞ്ഞു മാം സാധിക്കുമോ? ഇല്ല. കറന്റ്ലി നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിന് വേറെ ഹാം ആയിട്ടുള്ള ഒരു തോട്ട്സും നിങ്ങളുടെ അടുത്ത് വരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഹാപ്പി ആയി ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഹാപ്പി ആവണമെന്ന് വിചാരിച്ചിട്ടാണോ ഹാപ്പി ആയത്? അല്ല, നമുക്ക് ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ചില സമയത്ത് ചില പ്രശ്നങ്ങൾ വരുമ്പോ, അല്ലെ, നമ്മുടെ ലൈഫിൽ ഒരു സ്ട്രഗിള് വരുമ്പോ ചിലപ്പോ നമുക്ക് സങ്കടം വരാം. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടേ ഇരിക്കുള്ളൂ, എനിക്ക് സങ്കടം വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് നമ്മളെന്താ, നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല എന്ത് ലൈഫിൽ സങ്കടം വരാൻ. പക്ഷെ നമുക്കൊരു സ്ട്രഗിള് വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് എന്ത് വരും? ഒരു സങ്കടം അല്ലെങ്കിൽ കരച്ചിലൊക്കെ വരാം. പക്ഷെ ഞാൻ സന്തോഷം മാത്രമായിട്ട് ഇരിക്കുള്ളൂ എന്ന് പറയുമോ? ഇല്ല.
അപ്പൊ ഇങ്ങനെ വരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന റിയാക്ഷൻസ് ആണ് നമ്മുടെ ഇമോഷൻസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരാം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം. അതായത് നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് നമ്മുടെ ഇമോഷൻസ്. അത് നമ്മുടെ എന്താണ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ആദ്യം എന്റെ PPT ഇന്നത്തെ മിസ്സിംഗ് ആണെന്ന് തോന്നിയപ്പോ ജസ്റ്റ് ഒരു ടെൻഷൻ എനിക്ക് ഫീൽ ചെയ്തു. ഇനി ഇത്രയും ടൈം അല്ലേ ഉള്ളൂ, ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണ്ടേ. നെക്സ്റ്റ് മൊമെന്റ് എന്റെ നഷ്ടപ്പെട്ടു പോയ PPT എനിക്ക് തിരിച്ചു കിട്ടി. അപ്പൊ എനിക്ക് എന്താണ് എനിക്ക് ആ നെക്സ്റ്റ് മൊമെന്റ് എന്റെ ഇമോഷൻ ചേഞ്ച് ആയി, ഞാൻ ഹാപ്പി ആയി. അപ്പൊ ഇതെല്ലാം ഞാൻ അവെയർ ആയിട്ട് തന്നെയാണ് ഓരോന്നും ഇതാക്കിയത്. അപ്പൊ നമുക്ക് ഈ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടെൻഷൻ വരുമ്പോൾ നമുക്ക് ആ ടെൻഷൻ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ അതൊരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് ശരിക്കും നമുക്ക് തരുന്ന സിഗ്നൽസ് ആണ്. അതായത് അതായത് ഞാനൊരു കാര്യത്തിൽ കമ്മിറ്റഡ് ആണ്, ഇവിടെ ക്ലാസ് എടുക്കണം എന്നുള്ള കാര്യത്തിൽ കമ്മിറ്റഡ് ആണ്. അപ്പൊ ആ കമ്മിറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിന് എന്റെ ബ്രെയിൻ എനിക്ക് തന്നത് ഇനി ഇത്രയും സമയമാണ് ഉള്ളൂ, ഈ സമയത്തിനുള്ളിൽ ഇത് റെഡിയാക്കി ക്ലാസ്സിൽ കയറണം, അതിന് തരുന്ന ആ ഒരു സിഗ്നൽ ആണ് എനിക്ക് ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ടെൻഷൻ. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിൽ നിന്ന് എന്റെ ബ്രെയിൻ തരുന്ന ഇതൊരു സിഗ്നൽ ആണ്. അപ്പോൾ ഉള്ള ആ ഒരു എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എന്താണ് സൈക്കോളജിയിൽ PhD എടുക്കുക. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി എനിക്ക് ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ട സാധനം അല്ലെങ്കിൽ ആ ഒരു PPT കിട്ടിക്കഴിയുമ്പോൾ എന്റെ മൈൻഡ് നിനക്ക് ഗോളിലേക്ക് എത്താനുള്ള ഓരോ സ്റ്റെപ്സും നിന്റെ മുന്നിൽ തെളിയാണെന്നുള്ള ഒരു സിഗ്നൽ, ഒരു ഇൻഫർമേഷൻ ആണ് എനിക്ക് തരുന്നത്. ആ ഇൻഫർമേഷൻ ആണ് എന്നെ ഹാപ്പി ആക്കിയത്. അതായത് നമ്മുടെ മനസ്സിൽ നിന്നും ബോഡിയിൽ നിന്നും ഉള്ള മെസ്സേജസുകളാണ് ഈ ഇമോഷൻസ്. അപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു ഇമോഷൻസ് വരുമ്പോ എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. വോയിസ് കട്ട് ആവുകയാണെങ്കിൽ ഒന്ന് പറയണം, ഞാൻ വീഡിയോ ഓഫ് ആക്കാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുന്ന അത്ര ഒരു ഫീൽ ഉണ്ടാവില്ല. നമ്മൾ വീഡിയോ ഓഫ് ചെയ്തിട്ടുമ്പോ വോയിസ് ഇതാവുകയാണെങ്കിൽ ഒന്ന് പറയണം. അപ്പോ ഓക്കെ സർ. അപ്പൊ നമ്മുടെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെസ്സേജസ് ആണ്, നമുക്ക് തരുന്ന മെസ്സേജസ്. നമ്മുടെ മൈൻഡ് നമുക്ക് തരുന്ന ആ ഒരു കാര്യം ഒരു ടൈമില് നമ്മൾ എങ്ങനെയാണ് എന്നുള്ള ഒരു മെസ്സേജസ് ആണ് നമ്മുടെ ഇമോഷൻസ്. അപ്പൊ നമ്മൾ അവെയർ ആവണം എന്താണ്, അതായത് നമുക്ക് ഓരോ ഇമോഷൻസും അവെയർ വരുമ്പോ അത് നമ്മൾ അവെയർ ആവുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് ഇന്ന ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു ഇതിലേക്ക് മാറുകയാണ് എന്റെ മൈൻഡ് എന്നുള്ള ഒരു മെസ്സേജസ്. ഇത് നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് നമ്മുടെ മെസ്സേജ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അവെയർ ആയി കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബോഡി തരുന്ന മെസ്സേജസുകളാണ് ഇമോഷൻസ്. അപ്പോൾ ഈ ഇമോഷൻസിന് ആണെന്ന് നമ്മൾ ഈ ബോഡി തരുന്ന മെസ്സേജ് ആണ് ഇമോഷൻസ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബോഡി ഈ ഒരു ഇമോഷൻ നമുക്ക് തരുന്നത് എന്നുള്ള ഒരു അവയർനെസ്സിലേക്ക് വരുമ്പോൾ അത് നമുക്ക് നമ്മുടെ ലൈഫിനെ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. Why emotions arise? Survival brain react fast. അതായത് നമ്മൾ പറഞ്ഞു സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ എവിടെയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്? കാട്ടിലായിരുന്നു അല്ലെ? ആ കാട്ടിൽ കഴിയുന്ന സമയത്ത് നമുക്ക് എന്താണ് മറ്റ് ജീവികളുടെ അറ്റാക്ക് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ ലൈഫിലൊരു ഭീഷണി ഉണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിന് ഭീഷണി വരുമ്പോ ആ സമയത്ത് നമ്മൾ എന്താണ് അലേർട്ടായിട്ടിരുന്ന്, നമുക്കൊരു പ്രശ്നം വരുമ്പോ നമ്മൾ അലേർട്ടായിട്ടിരുന്ന്, ഇപ്പോ നമ്മളെ ആക്രമിക്കാൻ ഒരു ജീവി വന്നു, നമ്മൾ എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടി രക്ഷപ്പെടണം. ഓടി രക്ഷപ്പെടണമെങ്കിൽ അതിന് ബോഡി എനർജറ്റിക് ആയിട്ട് ഇപ്പൊ നമ്മുടെ എല്ലാ ബോഡി എന്താണ് അതിന് വേണ്ടിയിട്ട് ബ്രീത്തിങ് ഒക്കെ ഫാസ്റ്റ് ആക്കി നമ്മൾ ആ എനർജി ഫുൾ എടുത്തിട്ട് വേണം നമുക്ക് ഓടാൻ. അതിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക്
നെർവസ് സിസ്റ്റം രണ്ട് രീതിയിലുണ്ട്, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൽ പറയുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ബോഡീനെ അലേർട്ട് ആക്കി മാറ്റും. ഇനി നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നമ്മുടെ പ്രശ്നത്തിൽ നിന്ന്, അതായത് നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ എത്തിക്കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ബോഡിയിൽ അത്ര എനർജിയുടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് അപ്പൊ നമ്മുടെ ബോഡിയെ നേരെ തിരിച്ച് നമ്മളെ കൊണ്ടുപോകും. അപ്പോ പണ്ട് അങ്ങനെയുള്ള ഇതായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഏതൊരു വിധ പ്രശ്നങ്ങളും അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അതായത് ഇപ്പോ നമുക്കൊരു ഇഷ്യൂസ് ഉണ്ടായി, ഒരു പ്രോബ്ലം ഉണ്ടായി, പണ്ട് കാലത്ത് ജീവി ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിലെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ളതല്ല. നമുക്ക് അല്ലാത്ത രീതിയിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മളെ പുറമേ നിന്നുള്ള അറ്റാക്ക്, അല്ലെങ്കിൽ മീൻസ് ഇമോഷണൽ അറ്റാക്ക് ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, അങ്ങനെ പല കാര്യങ്ങളും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്. നമ്മള് എന്താണ് ഇതുപോലെ റോഡിലൂടെ പോകുമ്പോൾ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് വരാൻ പോകുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ബോഡി കണ്ടുപിടിക്കുന്ന ഒരു സർവൈവൽ മെക്കാനിസം ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബോഡി വളരെ അലേർട്ടായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ആ സമയത്ത് നമ്മുടെ ബോഡി എന്താണ്, ബ്രെയിൻ എന്താണ്, ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും ഓരോ കാര്യങ്ങൾ. അപ്പോൾ ചിലപ്പോൾ എന്താണ്, നമ്മുടെ ട്രിഗർ ചെയ്യുന്ന ഈ ഇമോഷൻസ് പെട്ടെന്ന് വരുന്നത് ഈ ഫാസ്റ്റ് ആയിട്ട്, അതായത് നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന്, അതായത് മുമ്പിൽ ഒരു പ്രോബ്ലം വന്നു, പ്രോബ്ലം മീൻസ് നമ്മൾ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആള് പറയുന്ന കാര്യങ്ങള് എന്നെ എന്താണ് താഴ്ത്തിക്കെട്ടുന്ന, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് പറയുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതെനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു, ഒരു സർവൈവൽ മെക്കാനിസം എടുക്കുകയും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കും. അത് നമ്മുടെ സർവൈവൽ മെക്കാനിസം ആണ്. അതിനുവേണ്ടി നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു, ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം, നമ്മൾ അവെയർ ആയിരിക്കണം. ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഹാം ആയിട്ട് എന്റെ ബ്രെയിൻ മനസ്സിലാക്കുന്നു. അതായത് നമുക്ക് ഇങ്ങനെയുള്ള, നമ്മൾ 5 സെൻസ് ഓർഗൻസിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ഇൻഫർമേഷൻസ് ഫസ്റ്റ് പോകുന്ന തലാമസിലും അതിനുശേഷം നമ്മുടെ ലോജിക്കൽ ബ്രെയിനിലേക്ക് പോയിട്ട്, ലോജിക്കൽ ബ്രെയിൻ ആണ് നമുക്ക് റിപ്ലൈ തരുന്നത്. പകരം നമുക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ള ഒരു ഫീല് വന്നാൽ ലോജിക്കൽ ബ്രെയിനിലേക്ക് പോകില്ല, നേരെ അമിഗ്ഡാലയിൽ പോയിട്ട് നമുക്ക് ഇമോഷൻസിൽ, അതല്ലെങ്കിൽ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യും. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് അവെയർ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇമോഷണൽ ബ്രെയിനിലാണ് അല്ലെങ്കിൽ അമിഗ്ഡാലയിലാണ് പോയത്, എന്നിട്ട് ആ ഇമോഷൻ ആണ് നമുക്ക് വരുന്നത് എന്ന് നമ്മൾ അവെയർ ആയിട്ട് നമ്മൾ അവിടെ ഒന്ന് ആ സെയിം ഇവന്റ് നമ്മുടെ ലോജിക്കൽ ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് ലോജിക്കൽ ബ്രെയിൻ തരുന്ന ആൻസർ നമ്മൾ എടുക്കണം. ഒന്നുകൂടെ പറയാം, അതായത് നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ ബ്രെയിന്റെയും ബോഡിയുടെയും ഏറ്റവും അൾട്ടിമേറ്റ് എയിം. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ബാറ്റ്സ്മാനെ പോലെ 24 hours ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, പ്രശ്നങ്ങൾ വന്നാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നതാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ നിൽക്കുന്നത്. ഒരു ചെറിയ ഇഷ്യൂ വന്നു എന്ന് ബ്രെയിന് ഫീൽ ചെയ്താൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ബോഡീനെ അലേർട്ടാക്കും. അലേർട്ടാക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് അതിനനുസരിച്ചുള്ള ഹോർമോൺസ് ഒക്കെ ബ്ലഡിലേക്ക് ഇതാക്കി നമ്മൾ ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കും. അപ്പൊ നമ്മുടെ 5 സെൻസ് ഓർഗൻസിൽ കൂടെ എടുക്കുന്ന ഇൻഫോർമേഷൻസ് ഫസ്റ്റ് തലാമസിൽ എത്തി, നോർമലി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നേരെ ലോജിക്കൽ ബ്രെയിനിൽ പോയിട്ടാണ് നമുക്ക് തിരിച്ച് ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളത് തരുന്നത്. പക്ഷേ നമ്മുടെ ബ്രെയിന് ഫീൽ ചെയ്യാണ് ഇതൊരു ഇഷ്യൂ ആണ്, എനിക്കൊരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നേരെ അമിഗ്ഡാലയിൽ പോയിട്ട് നമ്മുടെ ഇമോഷൻ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ഈ അമിഗ്ഡാലയിൽ എത്തി ഞാൻ ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുകയാണ് എന്ന അവയർനെസ് വരുമ്പോൾ നമുക്കൊന്ന് പോസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അവെയർ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് പോസ് ചെയ്യാനും ലോജിക്കൽ ബ്രെയിനിലേക്ക് ഈ കാര്യത്തെ വിട്ടിട്ട്
ലോജിക്കൽ ആയിട്ടുള്ള കാര്യം നമുക്ക് റെസ്പോൺസ് നടത്താൻ സാധിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള കഴിവുണ്ടാവണം നമുക്ക്, അല്ലെ? എന്താണ് പ്രോബ്ലം വരുമ്പോൾ അതായത് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ ആയിരിക്കും വർക്ക്ഔട്ട് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിന് നമ്മൾ ഒരു പോസ് കൊടുത്താൽ, അതായത് ഒരു ജസ്റ്റ് ഒരു ബ്രീത്ത് എടുത്ത് ആ ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ തന്നെ ഈ സംഭവം നമ്മുടെ ലോജിക്കൽ ബ്രെയിനിലേക്ക് പോകും. അപ്പൊ ഈ ലോജിക്കൽ ബ്രെയിനിൽ ചെന്നിട്ട്, കാരണം നമ്മുടെ ലോജിക്കൽ ബ്രെയിനിൽ ചെന്ന് ഈ സാധനങ്ങളൊക്കെ വർക്ക്ഔട്ട് ആയിട്ട് വരുമ്പോൾ സമയം ലാഭിക്കും. അത് നമുക്കൊരു പ്രശ്നമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആണ് ബ്രെയിൻ അത് ചെയ്തിരുന്നത്. അതായത് പെട്ടെന്ന് അമിഗ്ഡാലയിൽ പോയിട്ട് ആൻസർ തരുന്ന നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരായിട്ട് നമ്മുടെ അമിഗ്ഡാലയിൽ അല്ലെങ്കിൽ ഇമോഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യും, ഇതാണ് ഇപ്പൊ വരുന്നത് എന്നുള്ള ഒരു അവയർനെസ് കൊടുത്ത് ലോജിക്കൽ ബ്രെയിനിലേക്ക് ഒന്ന് ചിന്തിക്കാൻ അതിന് സെക്കൻഡുകൾ സമയം മതി. കാരണം വിത്തിൻ സെക്കൻഡുകൾ ആദ്യം അമിഗ്ഡാലയിൽ ചെല്ലുന്നു, നമുക്ക് ഫാക്റ്റായിട്ട് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒരു പോസ്, 2 ബ്രീത്ത്, അത്രയും മതി നമുക്ക്. അപ്പൊ അവെയർ ആവുമോ, ഞാൻ ഇപ്പോ ഇമോഷണലി ഒരു ഇഷ്യൂലാണ്, ഒന്ന് ബ്രീത്ത് എടുത്ത് ഒന്ന് അവെയർ ആയി കഴിയുമ്പോൾ നമുക്ക് ഇമോഷണൽ ബ്രെയിന് പകരം ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യും. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇത് നമ്മള് ബൈ പ്രാക്ടീസ്. ഒരു പ്രാവശ്യം നമുക്ക് ചിലപ്പോൾ അവയർനെസ്സിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ, നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ലോജിക്കൽ ബ്രെയിനിലേക്ക്, അതായത് നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരിക്കലും കുറ്റപ്പെടുത്തലല്ല, നമ്മൾ പ്രാക്ടീസ്, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ചെയ്ത് ബൈ പ്രാക്ടീസ് ആണ് നമുക്ക് പറ്റുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ ജനിച്ച നാളെ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളും നമുക്ക് പല ഹാബിറ്റുകളും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്യാൻ ടൈം വേണം. അപ്പൊ നമ്മൾ അവെയർ ആയിട്ട്, ഒരു പ്രാവശ്യം ഞാൻ എന്റെ ലോജിക്കൽ ബ്രെയിൻ അല്ല, ഞാനപ്പോ നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രാവശ്യം എന്റെ ഇമോഷണൽ ബ്രെയിൻ ആണ് വർക്ക് ചെയ്തത് എന്നുള്ള ഇപ്പൊ എനിക്ക് അത് അവെയർ ആയല്ലോ, നെക്സ്റ്റ് ടൈം എനിക്ക് എന്റെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും. അത് നമുക്ക് ആദ്യത്തിൽ ഇപ്പൊ പറയും പോലെ പെട്ടെന്ന് നമുക്ക് ലൈഫിൽ മാറ്റം വരില്ല. നമ്മൾ 1 or 2 പ്രാവശ്യം ചെയ്തായിരിക്കും നമുക്ക് മാറ്റം വരുന്നത്. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു, നമുക്ക് ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മുടെ ബ്രെയിൻ. പക്ഷെ ആ ബ്രെയിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് ആ ബ്രെയിനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ ലൈഫിൽ ഞാൻ ഈ ബ്രെയിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്യുകയും അത് യൂസ് ചെയ്യുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. പക്ഷെ പലരും ആ ബ്രെയിനിന്റെ ആ ഒരു എബിലിറ്റി അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. നമ്മളത് ഒരു 1 or 2 പ്രാവശ്യം നമ്മൾ ചില കാര്യങ്ങളാ അതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് ചിന്തിക്കുന്നതും, നമ്മൾ ഒരു പ്രാവശ്യം വർക്കൗട്ട് ആയി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ആ വർക്കൗട്ട് ആയതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഇതുവരെ വർക്കൗട്ട് ആവാത്തവർക്ക് ഈ ബ്രെയിനിന്റെ അപാര ശക്തികൾ ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ബൈ സ്കില്ല് എന്തും നമുക്ക് നമ്മുടെ ഹാബിറ്റ് ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇമോഷണൽ മെമ്മറീസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് വളരെ ഡീപ്പായിട്ടായിരിക്കും. ഇവിടെ നിന്നാണ്, അതായത് നമ്മള് എന്താണ്, ഇപ്പൊ ഒരു ന്യൂലി കപ്പിൾഡ് പേഴ്സൺ ആണെന്ന് വിചാരിച്ചു, അവര് കല്യാണം കഴിഞ്ഞു, ഉടനെ തന്നെ അവര് വിചാരിക്കുന്നതിനേക്കാൾ മുമ്പ് ചിലപ്പോ അവർക്ക് ഫസ്റ്റ് ബേബി ആവാം. പക്ഷെ ഫസ്റ്റ് അവർക്ക് ബേബി ആവാനുള്ള ഇഷ്ടമില്ലായ്മ, കുട്ടിയോടുള്ള ഇഷ്ടം കുറവൊന്നും അല്ല, അവര് പ്രതീക്ഷിക്കാത്ത ഒരു ടൈമിലായി കഴിയുമ്പോൾ അയ്യോ ഇപ്പൊ വേണ്ടിയിരുന്നില്ല, എല്ലാവരും കളിയാക്കൂലേ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കാം, എന്താണ് പേരൻസ്, അമ്മയും അച്ഛനും. പക്ഷെ ആ കുട്ടി എന്താണ് ഉള്ളിലായ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അന്നേ മുതൽ അവരുടെ ബ്രെയിൻ ഡെവലപ്പായി ആ കുട്ടിയുടെ മനസ്സിൽ ഞാൻ ഈ ലോകത്തിന് വേണ്ടാത്ത ഒന്നാണ് എന്നുള്ള ഒരു തോട്ട് ആ ഒരു ക്യാരി ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ മനസ്സിലേക്ക് കയറി. പിന്നെ ആ ഒരു കൊച്ച് എന്താണ് 9 മാസം കഴിഞ്ഞ് കുട്ടി പുറത്ത് വന്ന് നമ്മുടെ ലൈഫിൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഡീപ്പായിട്ട് വരുന്നതിനുള്ള ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ കൊച്ചു പുറത്ത് വന്നു,
എന്താണ് അമ്മ ആ ഒരു സമയത്തൊക്കെ പാലൊക്കെ കൊടുത്ത് അവശതയായിട്ടായിരിക്കും ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങുന്നത്. ചിലപ്പോൾ കുട്ടി ഒരു രാത്രി 2 മണിയായപ്പോ എഴുന്നേറ്റു, പാലിന് വേണ്ടി എഴുന്നേറ്റ് കരഞ്ഞു. കുറച്ചു നേരം കരഞ്ഞു. പക്ഷെ അമ്മ ഈ ആ ഒരു സമയത്ത് ഫീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മ ഭയങ്കര ടയേർഡായിരുന്നു. ഈ കുഞ്ഞുവാവ എഴുന്നേറ്റ് കരഞ്ഞത് അറിഞ്ഞിട്ടില്ല. ആ കുട്ടി കരഞ്ഞു കരഞ്ഞ് വീണ്ടും ഉറങ്ങിപ്പോയി. ആ കുട്ടിക്ക് വീണ്ടും ഒരു ഫീലിംഗ് വരാണ്, എന്നെ ആർക്കും വേണ്ട. ആദ്യം അമ്മയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന്, അതായത് ഇപ്പൊ വേണ്ടായിരുന്നു എന്നുള്ള ഒരു സംസാരത്തിൽ നിന്ന് ഒരു ഇത് കിട്ടി, ഞാൻ എന്താണ് അവഗണിക്കപ്പെട്ട ഒരു കുട്ടിയാണ്, എന്നെ വേണ്ടാത്തതാണ്, അൺവാണ്ടഡ് ആണെന്നുള്ളൊരു ഇമോഷൻ എത്തി. പിന്നീട് ഈ അമ്മയും അച്ഛനും അറിഞ്ഞിട്ടല്ല, അമ്മ ഉറങ്ങിപ്പോയി. ആ ക്ഷീണം കൊണ്ട് കുട്ടി എണീറ്റ് കരഞ്ഞത് അറിഞ്ഞില്ല. പിന്നീട് ചിലപ്പോ അപ്പൊ ഈ ഒരു ഇമോഷൻ വീണ്ടും അവിടെ സ്റ്റോർഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്താണ്, അമ്മ എന്താണ് എവിടെയെങ്കിലും പോകേണ്ട സമയത്ത് ഈ മോളെ പേരൻസിനെയോ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകുന്നു. അപ്പോ അമ്മ എന്നെ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു തോട്ട് വീണ്ടും അവിടെ വരും. അപ്പൊ ഈ സെയിം ഇമോഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. പിന്നെ ചിലപ്പോ എന്താണ്, കുട്ടീനെ ആദ്യം KG അല്ലെങ്കിൽ പ്ലേ ക്ലാസ്സിൽ കൊണ്ടുപോയി ആക്കുമ്പോ അവിടെ സ്കൂളിൽ ഇതാക്കിയിട്ട് വരുമ്പോ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് എന്നുള്ളൊരു തോട്ട്. അപ്പൊ ഈ സെയിം ഇമോഷൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. അത് കഴിയുമ്പോ എന്താണ്, ചിലപ്പോ ആ കുട്ടിക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നുന്നു. ആ ഇഷ്ടം തുറന്നു പറയുമ്പോ ചിലപ്പോ ആള് വേണ്ട എന്ന് പറയാം. ഇങ്ങനെ ഈ സെയിം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്, പക്ഷെ അത് ഇങ്ങനെ സെയിം ആയിട്ട് വരുമ്പോ പിന്നീട് ആ കുട്ടിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ എന്നെ നെഗ്ലക്ട് ചെയ്യുന്നു, എന്നെ വേണ്ട. ഇപ്പൊ എന്താണ്, ഒരു ഇന്റർവ്യൂ വന്നു, ഇന്റർവ്യൂല് എന്നെ ഉപേക്ഷിക്കുമോ, എന്നെ ആർക്കും വേണ്ടാത്തതാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ട്. അവിടെ ഒരു ഫിയർ കാര്യങ്ങള്, ഒരു അൺവാണ്ടഡ് എന്നുള്ള ഒരു തോട്ടിലേക്ക്, അതായത് ഇത് ട്രിഗർ ചെയ്ത്, ഇതിനെയാണ് ട്രിഗർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഇൻസിഡന്റ് വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്ത് വരുന്നതാണ് ലൈഫിൽ. ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇതുപോലെ നമുക്ക് ലൈഫിൽ പല കാര്യങ്ങളും നമുക്ക് ട്രിഗർ ആയിട്ട് മാറാനുള്ള ഇതാണ് അൺകോൺഷ്യസ് ട്രിഗേഴ്സ് ആക്റ്റീവ്. അതായത് നമ്മൾ ഒരിക്കലും അറിയാത്തതാണ്. അതായത് നമ്മള് വയറിന്റെ ഉള്ളിൽ ബേബി ആയിട്ടിരുന്ന സമയത്താണ് അമ്മ ആദ്യമായിട്ട് എന്താണ് ഈ കുട്ടീനെ വേണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ചത്. അതുപോലും നമ്മുടെ ബ്രെയിനിൽ അത് സ്റ്റോർഡ് ആണ്. അതുപോലെ ചെറിയ എന്താണ് നടക്കുന്ന പ്രായത്തിൽ അല്ലെങ്കിൽ വാവയായിട്ട് കിടക്കുന്ന സമയത്ത് കരഞ്ഞു, പാലിന് വേണ്ടി കരഞ്ഞു. ആ സമയത്ത് എന്നെ ആരും നോക്കിയില്ല. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മൾക്ക് ഇപ്പൊ ഓർമ്മ പോലും ഉണ്ടാവില്ല. നമുക്ക് ഈ ട്രിഗേഴ്സ് വരുന്നത്, ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള ട്രിഗേഴ്സും ഇപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ എന്താണ്, പിന്നീട് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോ നമ്മള് ഇപ്പൊ ചിലവര് പറയും, ചില ആളുകളുടെ വോയിസ് ചില പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ വളരെ, അതായത് അവന്റെ ആ ഒരു നോട്ടം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ, അവൻ പറഞ്ഞുകൊണ്ട് ഒരു ചിലവർ ചില കാര്യങ്ങൾ പറയുമ്പോ, ഇപ്പൊ ഫ്രണ്ട്സുകൾ തമ്മിൽ വഴക്കുണ്ടാക്കി, ഇപ്പൊ ഫ്രണ്ട്സുകൾ തമ്മിൽ വഴക്കുണ്ടാക്കി നല്ല തല്ലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റൊരു ഫ്രണ്ട് വന്ന് ചോദിക്കും, എന്തിനാണ് നീ ഇപ്പൊ ഇത്രയും ഇതായിട്ട് ഉണ്ടാക്കിയത്. അവൻ എന്നാ നോക്കിയ നോട്ടമില്ല, പുച്ഛിച്ച് നോക്കിയ നോട്ടമില്ല. ആ ഒരു നോട്ടം അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് കൂടെ നിന്ന ഫ്രണ്ടിന് ആ ഒരു നോട്ടം വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു കാര്യം അവന് എന്താണ്, പാസ്റ്റിൽ നിന്ന് കിട്ടിയ ട്രിഗറാണ്. പാസ്റ്റില് ഇതുപോലെ ഒരു പ്രശ്നം ആളെ വല്ലാതെ അലട്ടിയിട്ടുണ്ടാവുന്ന പ്രശ്നമായിരിക്കും. അപ്പൊ ഇങ്ങനെ അൺകോൺഷ്യസ് ട്രിഗേഴ്സ് നമ്മളെ ആക്റ്റീവ്. അപ്പോ ഈ നമ്മുടെ ഈ ഒരു റെസ്പോൺസ്, നമ്മുടെ ട്രിഗേഴ്സ് ഇങ്ങനെ കയറി കയറി വരുമ്പോൾ അത് നമ്മൾ വളരെ ഇന്റൻസിറ്റിയോട് കൂടി നമ്മളെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 1 മിനിറ്റ്. ഓക്കെ. അപ്പോ ഈ ഒരു നമുക്ക് ഈ പഴയ ട്രിഗേഴ്സ് നമ്മളെ വീണ്ടും ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ പ്രസന്റിലേക്ക്, ഓൾഡ് ഇമോഷണൽ വോൺസ് ക്രിയേറ്റ് സ്ട്രോങ് പ്രസന്റ് റിയാക്ഷൻ. അതായത് ഇപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവിടെ ചിലർ ചോദിക്കും, ഈ ഒരു സമയത്ത് ഈ ഒരു ഇഷ്യൂ ഇത്രയും വഷളാക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചിലപ്പോ, അതായത്
വളരെ സിമ്പിൾ കാര്യമായിരിക്കും. ആ സിമ്പിൾ കാര്യത്തിനെ ചിലര് വളരെ കാര്യമായിട്ട് എടുക്കും. പക്ഷെ മറ്റൊരു വ്യക്തിക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ ആ എടുത്ത വ്യക്തി സിമ്പിൾ ആയിട്ട് എടുക്കാത്തത് അവർക്ക് അതില് എന്തെങ്കിലും ഓൾഡ് ഇമോഷണൽ വോൺസ് കിടക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഈഗോ, അല്ലെങ്കിൽ ഇപ്പോ എന്താണ് നമ്മള് എന്താ ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഒരു കോംപ്ലക്സ് ഉണ്ട്, ഞാൻ ഫെയർ അല്ല എന്നുള്ളൊരു കോംപ്ലക്സ് ഉണ്ട്. അപ്പോ ഫെയർ അല്ല എന്നുള്ള കോംപ്ലക്സ് ഉള്ളപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ ഒരു സുന്ദരിയായ ഒരു രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ സംസാരിച്ച് പോവാണ്. സുന്ദരിയായ ഒരു പെൺകുട്ടീനെ കണ്ടപ്പോ നോർമലി ഇവളെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ആ അവളെ കാണാൻ നല്ല രസമുണ്ടല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ ആ സംസാരം ഇവളെടുക്കുന്ന എന്താ, അവരെയൊക്കെ കാണാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഓൾറെഡി മനസ്സിൽ അങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്ന ആൾക്കാണെങ്കിൽ, ഓ അവളെയൊക്കെ നല്ലതാന്ന് പറയുന്നുണ്ട്, അപ്പൊ പറഞ്ഞതിന്റെ റിട്ടേൺ മീനിങ് എന്നെ കാണാൻ കൊള്ളില്ല എന്നല്ലേ. അതുപോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത രീതിയിലേക്കായിരിക്കും അവരുടെ ആ ഇമോഷൻസ് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾറെഡി അവരുടെ മനസ്സിൽ അവർ മോശമാണെന്നുള്ള ഒരു ഇമേജോ കാര്യങ്ങളോ പാസ്റ്റിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ആ ഇമേജ് മനസ്സിൽ കിടക്കുമ്പോൾ പിന്നീട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അതിലേക്ക് വീണ്ടും വീണ്ടും ആ ഒരു ഇമോഷനിലേക്ക് കൊണ്ടുവരാനും നമ്മൾ അത് വെച്ചിട്ട്, അതായത് കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ടല്ല നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, പെരുമാറുന്നത്. നമ്മുടെ പാസ്റ്റിലുള്ള നമ്മുടെ ആ ട്രിഗേഴ്സ് ഇവിടെ കയറി വർക്കൗട്ട് ആക്കിയിട്ട് ഇവിടത്തെ ആ ഒരു ഇഷ്യൂ വളരെ ചെറുതായിരിക്കും, പക്ഷെ പാസ്റ്റിൽ ഞാൻ അനുഭവിച്ച സങ്കടം അല്ലെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമായിരുന്നു. അതെന്നെ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഇൻസിഡന്റിനെ വെച്ചിട്ട് ഈ പ്രസന്റിലുള്ള ചെറിയ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യും, വളരെ ശക്തമായിട്ട്, അതായത് പ്രസന്റ് കാര്യത്തിൽ ആ സമയത്ത് നമ്മൾ വളരെയധികം ഇമോഷണലി പെരുമാറാൻ കാരണം. അതായത് ഓഫൺ റിയാക്ടിങ് ടു മെമ്മറി നോട്ട് ദ മൊമെന്റ്. നമ്മുടെ പഴയ പാസ്റ്റിലെ മെമ്മറി പ്രസന്റിൽ ആ ഒരു മൊമെന്റുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അത് പറയാറില്ല. നമുക്കത് ചിലപ്പോ മനസ്സിലാക്കാൻ സാധിക്കാറില്ല. കൂടുതലും മനസ്സിലാക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ ചോദിക്കും, നീ എന്തിനാ ഇത്രയും ചെറിയ കാര്യത്തിന് ഇത്രയും പൊട്ടിത്തെറിച്ചത്? പിന്നെ അപ്പൊ പറയും, എന്നാലും ആ ഒരു കാര്യത്തിൽ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുമോ? നമ്മൾ പലർക്കും നടക്കുന്ന കാര്യം അല്ലേ, നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ വന്നിട്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ടിനോടും നമുക്ക് ദേഷ്യമാണ്, നീ എന്നാലും അവക്കടെ കൂടെയാണ് അല്ലേ. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് രണ്ടുപേരും പോയി നമ്മളുടെ അടുത്ത് ഒരാൾ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ അവരുമായിട്ട് വലിയ രീതിയിൽ വഴക്കുണ്ടാക്കി. അത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് തൊട്ടടുത്തിരുന്നിട്ട് പറയും, എന്തിനാണ് ഈ ചെറിയ കാര്യത്തിൽ നീ ഇത്രയും വഴക്കടിക്കാൻ പോയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കും, നീ അല്ലെങ്കിൽ ഇപ്പൊ അവക്കടെ കൂടെയാ അല്ലേ. കാരണം എന്താണ്, നമുക്ക് നമ്മുടെ ആ പാസ്റ്റ് ഇമോഷൻ വെച്ചിട്ടാണ് ഇവിടെ പ്രതികരിച്ചത്. പക്ഷെ ആ വ്യക്തി കാണുന്നത് ആ പ്രസന്റ് മൊമെന്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ടിന് ആ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഇല്ലല്ലോ, ആ ഒരു പാസ്റ്റ് ഇമോഷൻ ഇല്ല, ആ പ്രസന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പ്രതികരിച്ചത് നമ്മുടെ പാസ്റ്റ് വെച്ചിട്ടാണ് ആൾക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പാസ്റ്റിലുള്ള ഇതുപോലെ ഇമോഷണൽ വോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹീൽ ചെയ്ത് നമ്മൾ മാറ്റണം. അതായത് ആ ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നില്ല, പക്ഷെ ഹീൽ ചെയ്യുമ്പോൾ ആ ഇമോഷൻസ് അവിടെ കട്ടാകും. അപ്പൊ നമുക്ക് എന്താണ്, പ്രസന്റ് മൊമെന്റ് വെച്ചിട്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. അപ്പോ നമുക്ക് ഇങ്ങനെ പാസ്റ്റിൽ ഇങ്ങനെ വരാവുന്ന കോമൺ ട്രിഗേഴ്സ് ആണ് നമ്മുടെ ടോൺ ഓഫ് വോയിസ്, നമ്മളെ ക്രിട്ടിസൈസും ചെയ്യുന്നത്, ചില കാര്യങ്ങൾ ഡിലേ ആക്കുന്നത്, ചില സൈലൻസുകൾ അല്ലെ. ഇപ്പോ ചിലപ്പോ നമ്മൾ ഒരാളുടെ അടുത്തൊരു കാര്യം ചോദിച്ചു, അയാൾ നല്ല തിരക്കിലാണെങ്കിൽ ചിലപ്പോ നമ്മുടെ അടുത്ത് ആൻസർ പറയാതെ പക്ഷെ ആ ഒരു സൈലൻസ്, അല്ലെങ്കിൽ ആൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് റിപ്ലൈ ചെയ്യാത്തതായിരിക്കും. പക്ഷെ ആ ഒരു സൈലൻസ് ചിലപ്പോൾ നമ്മളെ വളരെയധികം ട്രിഗർ ആക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ പറയില്ലേ, അവിടെ പറഞ്ഞ ആ വോയിസ്, ചില സമയത്ത് നമ്മൾ വളരെയധികം ദേഷ്യപ്പെടുന്നത് ആ പറഞ്ഞ വോയിസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ എത്ര നേരം ഇവിടെ കാത്തിരിക്കൽ തുടങ്ങിയിട്ട് എന്നിട്ടും വന്നില്ല, അപ്പൊ നമുക്ക് ദേഷ്യം വരും അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ട്രിഗർ ചെയ്യാൻ, നമ്മുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ നമ്മുടെ പഴയ മെമ്മറി, അതുപോലെ നമ്മളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ള തോന്നലുകളൊക്കെ നമ്മുടെ ഇമോഷണൽ ട്രിഗേഴ്സ് ആയിട്ട്, കോമൺ ഇമോഷണൽ ട്രിഗേഴ്സ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഇമോഷണൽ അവയർനെസ്, അപ്പൊ ഞാൻ പറഞ്ഞു
നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ബോഡി തരുന്ന സിഗ്നൽ. നമ്മൾ ഫസ്റ്റില് പറഞ്ഞത് നമ്മുടെ ഇമോഷൻ എന്താണ്. നമുക്ക് പല പല ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ട്. ആ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി തരുന്ന സിഗ്നലാണ്. ഈ സിഗ്നല് നമ്മൾ എന്ത് ചെയ്യണം? ഈ സിഗ്നല് നമ്മൾ അവെയർ ആവുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് എന്താണ് ഈ ഒരു ഇമോഷന് ട്രിഗർ ആയത് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ, ആ ട്രിഗർ മാറ്റി കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇമോഷനെ അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലാത്തപ്പോഴാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇമോഷണലി പൊട്ടിത്തെറിച്ചൊക്കെ പോകുന്നത്. അപ്പൊ അതിനെന്താണ്? നമ്മുടെ ഇമോഷണൽ അവയർനെസ്സിന് നമുക്ക് വേണ്ട 3 കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് യു ഫീൽ, വൈ യു ഫീൽ ഇറ്റ്, ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസ് തോട്ട്സ് ആൻഡ് ബിഹേവിയർ. ഈ 3 കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്, എന്തായിരിക്കും അതിന് പിന്നില്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വരാനുള്ള ഒരു കാരണം, എന്തൊക്കെ കാര്യങ്ങൾ എന്റെ തോട്ട്സിനെ അല്ലെങ്കിൽ എന്റെ ബിഹേവിയറിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ എനിക്ക് വളരെ സങ്കടം തോന്നും. എനിക്കിപ്പോ സങ്കടം തോന്നാൻ കാര്യം എന്താണ്? അതിന് പുറകെയുള്ള ആ ഫീലിങ്ങിന് കാരണം എന്താണ് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നാനുള്ള കാരണം? അപ്പൊ നമുക്ക് തോന്നും, എന്നെ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, എന്നെ അവഗണിക്കുന്നില്ല, എന്റെ ഇമോഷൻസ് ഒന്നും എന്നെ ആള് എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ അതിന് ആൻസർ കൊടുത്തു. ഇനി നമ്മുടെ പാസ്റ്റിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇതെന്നെ എന്റെ തോട്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ? അതായത് ഞാൻ ജനിച്ച കാലം മുതൽ എന്നെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ട്. അപ്പൊ മിക്കവാറും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനൊരു അൺവാണ്ടഡ് ചൈൽഡ് ആണ്. അൺവാണ്ടഡ് ചൈൽഡ് എന്ന് മീൻസ് അമ്മയ്ക്കും അച്ഛനും താല്പര്യമില്ലാത്ത ആ ഒരു സമയത്ത്, അവര് ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് ഒരു ബേബി വരുമ്പോൾ ചിലപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ഇപ്പൊ വേണ്ടിയിരുന്നില്ല, അല്ലാതെ വേറൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷെ ആ ഒരു ജസ്റ്റ് ഒരു തോട്ട് പോലും നമ്മുടെ ലൈഫിനെ ബാധിക്കണം. കാരണം നമ്മൾ ആഗ്രഹിക്കാത്തല്ല, നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ടൈമിൽ ഉണ്ടാവുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മനസ്സിലങ്ങനെ, അയ്യോ ഇപ്പൊ വേണ്ടിയിരുന്നില്ലായിരുന്നു. പക്ഷെ വേറൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു തോട്ട് ചിലപ്പോൾ മനസ്സിൽ വരാം. ആ ഒരു തോട്ട് പോലും നമ്മളെ ബാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് തോട്ടാണ്, ഞാനൊരു അൺവാണ്ടഡ് ചൈൽഡ് ആണോ, ഇങ്ങനെയുള്ള തോട്ടുകൾ അല്ലെങ്കിൽ ബിഹേവിയേഴ്സ്, നമ്മുടെ ക്യാരക്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ അവയർനെസ്. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ, നമ്മൾ ഹീൽ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പൊട്ടിത്തെറിക്കുന്ന ആള് അല്ലെങ്കിൽ പ്രശ്നക്കാരനായിട്ട് മാറാൻ, അത് നമ്മുടെ നല്ല രീതിയിലുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിനെ അത് നമ്മളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇമോഷൻ ഒന്ന് അവെയർ ആയിക്കും. കറണ്ട് മൊമെന്റ് അല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ടുണ്ടായ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ, ആ ഫീലിംഗ് ആ ഒരു സമയത്ത് ഒരു ബാഡ് മൊമെന്റ് എടുക്കുകയാണെങ്കിൽ, ഹാപ്പി മൊമെന്റ് നമുക്ക് എപ്പോഴും സന്തോഷം തന്നെയല്ലേ. അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു നെഗറ്റീവായിട്ട് അനുഭവിച്ച ഒരു സിറ്റുവേഷൻ എടുക്കുക. എന്നിട്ട് ആ സമയത്ത് എന്താണ് നിങ്ങൾ ഫീൽ ചെയ്തത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്തത്, എന്തുകൊണ്ട് നമ്മുടെ തോട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്തു, അതിലുണ്ടായ എന്റെ ബിഹേവിയർ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. കാരണം നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. പോസിറ്റീവ് അവയർനെസ് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് എടുക്കുക. നമ്മുടെ ലൈഫിൽ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നിയിരിക്കുന്ന ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് ആ സമയത്ത് ഇമോഷൻസ് ഒന്ന് അവെയർ ചെയ്തിട്ട് ഒന്ന് എഴുതാൻ ട്രൈ ചെയ്യുക. ഇത്തിരി ഇലാബറേറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഒരു ഇൻസിഡന്റ് എടുക്കുക. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയ ഒരു ഇൻസിഡന്റ് ജസ്റ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് ആ സമയത്ത് നമ്മുടെ ഇമോഷൻ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ആ ഫീലിംഗ് വന്നത്, അതെങ്ങനെ, അതായത് ഫുൾ ആയിട്ട് അതിനെ മൊത്തത്തിൽ അറിയുമ്പോഴാണ് നമുക്കതിനെ അലൈൻ ചെയ്യാൻ സാധിക്കുന്നത്.
ഓക്കെ, എഴുതിയോ? എഴുതിയോ? ഓക്കെ, അപ്പോ ഇത് ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ ഇമോഷനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ അത് എഴുതിയ സമയത്തായിരിക്കും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തത കിട്ടിയത്, ആ ഒരു സമയത്ത് ഇമോഷനെ കുറിച്ച്, ഇല്ലേ? മേരിക്കുഞ്ഞു മാം, ക്ലിയർ ആയിട്ട് ഒരു ഇമോഷനെ കുറിച്ചുള്ള ഒരു വ്യക്തത കിട്ടിയില്ലേ? എന്താണ് ആ ഒരു തോട്ടിനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തത്? അതായത് നമ്മളെ എങ്ങനെ ആണ് ആ ഒരു പ്രശ്നത്തില് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ വരാൻ ഉള്ള അതിന്റെ പുറകിലുള്ള തോട്ട് എന്താണ്, അത് എന്ത് ബിഹേവിയർ, എന്താണ് എന്റെ ക്യാരക്ടറിൽ അതിൽ ചേഞ്ചസ് വരുത്തി എന്നുള്ള ഒരു ഇത് കിട്ടിയത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇമോഷൻസ് വരുമ്പോ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഈ അവെയർ ആയി കഴിയുമ്പോഴാണ് നമുക്ക് അതിനെ റെസ്പോൺസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതായത് ഇമ്മീഡിയറ്റ് ആൻഡ് ഇമോഷണൽ റിപ്ലൈ ആണ് നമ്മുടെ റിയാക്ഷൻസ്. നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? റിപ്ലൈ ചെയ്യും, ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്യും. പക്ഷെ നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ഇമോഷൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ അമിഗ്ഡാല അല്ലെങ്കിൽ ഇമോഷണൽ ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ലോജിക്കൽ ബ്രെയിനിലേക്ക് കൊടുക്കുമ്പോൾ അതെന്താണ്? ആ ഒരു സിറ്റുവേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് വ്യക്തമായ ഒരു റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഓൾ അബൌട്ട് സെൽഫ് പ്രിസർവേഷൻ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ പെട്ടെന്ന്, അതല്ലേ, ഒരു ഇഷ്യൂ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, നമ്മളെ സംരക്ഷിക്കേണ്ടത്. ആ ഒരു സമയത്ത് ഉണ്ടാവുന്നതാണ് റിയാക്ഷൻ. പക്ഷെ ആ ഒരു റിയാക്ഷൻ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താണ്? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു നല്ല സെൽഫ്, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല റെസ്പോൺസ് ആയിരിക്കും വേണ്ടത്. ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് നമ്മൾ വനത്തിൽ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരാളെ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ റിയാക്ട് ചെയ്യായിരുന്നു, അവിടുന്ന് ഓടി രക്ഷപ്പെടുക, അങ്ങനെയുള്ള റിയാക്ഷൻസ് ആയിരുന്നു വേണ്ടത്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടത് ഒരു പ്രശ്നം വരുന്നില്ല. ഇനി നമ്മൾ ഒരാളെ കൊല്ലാൻ വരാണ്, ആ സമയത്ത് നമ്മൾ എന്താണ്? പെട്ടെന്ന് റിയാക്ട് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷെ അതുപോലെ അല്ലാത്ത നോർമൽ കണ്ടീഷനിൽ ഈ ഒരു സെയിം രീതിയിലാണ് നമ്മുടെ ബ്രെയിൻ നമ്മളെ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഒരാള് എന്താണ് കൊല്ലാൻ വരുന്ന പോലുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഓൾറെഡി നമ്മുടെ ബ്രെയിൻ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അതായത് അവിടെ എന്ത് ഇഷ്യൂ, ചെറിയൊരു ഇഷ്യൂ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കാര്യം ബ്രെയിൻ, നമ്മുടെ ഇമോഷണൽ ബ്രെയിനിൽ പോയാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങളാണ് വരുന്നത് എന്നുള്ള ഒരു സെൽഫ് അവയർനെസ്സോട് കൂടി നമ്മൾ സെൽഫ് കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ്, അതായത് ഈ ഒരു റിയാക്ഷൻ വരുന്നത് നമ്മുടെ ഫിയറിൽ നിന്നാണ്, അതായത് നമ്മളെ കുറിച്ചുള്ള പേടിയിൽ നിന്നാണ്. നമുക്ക് സെൽഫ് രക്ഷയ്ക്ക്, അതായത് നമ്മൾ സ്വയം രക്ഷയ്ക്ക് ആ ഒരു നമ്മുടെ എന്തെങ്കിലും ഹാം ആയിട്ട് ബാധിക്കുന്നു എന്നുള്ള ഒരു പേടിയാണ് നമ്മളെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക്, അതായത് നമ്മുടെ ആ നെർവസ് സിസ്റ്റം ആ ഒരു രീതിയിൽ ഇതാക്കുന്നത്. അതായത് നമ്മളെ പെട്ടെന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ള ഷോർട്ട് ടൈം ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ലോജിക്കൽ ബ്രെയിനിൽ കൊടുത്ത് നമ്മൾ വ്യക്തമായ ഒരു അതിന് വേണ്ട ഒരു പരിഗണനയൊക്കെ കൊടുത്ത്, അതായത് കംസ് ഫ്രം എ പ്ലേസ് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട്. നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്ത് ആ ഒരു ഇഷ്യൂവിനെ നമ്മുടെ ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു വാക്കുതർക്കമാണെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പോയാൽ, അതായത് ലോങ് ടൈമിലേക്ക് നോക്കിയിട്ടായിരിക്കണം നമ്മൾ അവിടെ റെസ്പോൺസ് കൊടുക്കുന്നത്. നമ്മൾ പെട്ടെന്ന് കയറി എന്ത് ചെയ്യരുത്, റിയാക്ട് ചെയ്യരുത്. അതായത് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് വരുന്ന ഇമോഷണൽ പെട്ടെന്ന് വരുന്നതാണ്. പക്ഷെ റെസ്പോൺസ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് കാമായിട്ട് നിന്ന് നമ്മൾ കോൺഷ്യസ് ചോയ്സ്, അതായത് നമ്മുടെ ലോജിക്കൽ ബ്രെയിനിൽ ആ സെയിം സംഭവം കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന റിപ്ലൈ ആയിരിക്കും. അപ്പൊ ഈ ഒരു റെസ്പോൺസിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പോസ് മതി. അതായത് നമ്മുടെ അമിഗ്ഡാല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇമോഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് കയറി, അതായത് ലോജിക്കൽ ബ്രെയിനിൽ പോണതിന് മുമ്പ് തന്നെ അമിഗ്ഡാല കയറി ഇമോഷണൽ ബ്രെയിൻ കയറി വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പ്രതികരിച്ചു പോകുന്നത്. അതിനൊരു ബ്രീത്ത് കൊടുത്ത് നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യാനുള്ള ഒരു സമയം കൊടുത്താൽ മതി. ഇതൊരു സ്കില്ലാണ്. നമ്മൾ കുറച്ച് പ്രാവശ്യം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ലൈഫിൽ എപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അതായത് ട്രിഗർ അവയർനെസ് സ്റ്റെപ്സ് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ഇപ്പോ എന്റെ ഇമോഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി അതിന്റെ പുറകിലുള്ള ട്രിഗർ. അപ്പൊ ഞാൻ പണ്ടേ മുതലേ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നതാണ്, ഞാൻ അൺവാണ്ടഡ് ആണെന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് വരുന്നത്. അതായത് നമ്മുടെ ആ പാസ്റ്റ് കണക്ഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതായത് ആ ഒരു ഇമോഷനെ നമ്മൾ മാറ്റി അതിനെ ശരിക്കും ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റെസ്പോൺസ് കിട്ടും. അതായത് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ ഇമോഷൻസ് ഓർ മെമ്മറീസ്. അത് കഴിഞ്ഞിട്ട് സിറ്റ് വിത്ത് ദ അൺകംഫർട്ടബിൾ ഇമോഷൻസ് ആൻഡ് റിഫ്ലക്ട് ഹൗ ദേ മേ ഇമ്പാക്ട് അസ്. അത് നമ്മളെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇഷ്യൂ, നമ്മളെ എങ്ങനെ ഈ ഇമോഷൻസ് മനസ്സിലാക്കുക, അതെങ്ങനെ നമ്മള് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി സേഫ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് ഈ നമ്മുടെ ലൈഫിൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ പേഷ്യന്റ് ആയിട്ട് അതിനുള്ള ആൻസർ കൊടുക്കുക. ഇതാണ് നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ടത്. ഇതാണ് ട്രിഗർ അവയർനെസ് സ്റ്റെപ്സ്. നമ്മൾ ആദ്യം കറക്റ്റ് ആയിട്ട് എന്ത് ട്രിഗർ ആണ് നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ കാരണമായത് എന്ന് മനസ്സിലാക്കി നമുക്ക് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും, റെസ്പോൺസിലേക്ക് മാറ്റാൻ പറ്റും. ഇത് ബൈ പ്രാക്ടീസ് ആണ്. ഫസ്റ്റ് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ നമുക്ക് ഇത് വർക്കൗട്ട് ആക്കാൻ നോക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാം. പക്ഷെ നമ്മൾ 2 or 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മുടെ ലൈഫില് ഇപ്പൊ നമ്മൾ പറയും ആള് എന്താണ്, ആ വ്യക്തി നല്ല കാമായിട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പറയുന്ന ഒരു വാക്കാ, പക്വതയോടെ പെരുമാറുന്ന വ്യക്തിയാണ് എന്ന് പറയും. ഈ പക്വതയോടെ പെരുമാറുക എന്നത് പറഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ് അവര് ചെയ്ത് അവർ വർക്കൗട്ട് ചെയ്ത് അവരുടെ ലൈഫിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ഇന്ന് പറഞ്ഞത് എന്താണ്, നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നൽസ് ആണ്. അതായത് നമ്മുടെ ലൈഫിന് മാറ്റം വരുത്താൻ നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് നമുക്ക് തരുന്ന സിഗ്നൽസ് ആണ് ഇമോഷൻസ്. ഇതിന് ശരിക്കും നമ്മൾ വെറുതെ ഈ വരുന്ന സിഗ്നൽസിനെ നമ്മൾ കെയർ ചെയ്യാതെ നമ്മൾ വെറുതെ വിടരുത്. കിട്ടുന്ന ഈ ഇമോഷൻസ്, ഓരോ ഇമോഷൻസ് എന്തുകൊണ്ട് വരുന്നു, ഇതിന്റെ അതിനെക്കുറിച്ച് നമ്മൾ ഈ സിഗ്നൽസ് നല്ല രീതിയിൽ നമ്മൾ അവെയർ ആയിരിക്കണം. ഇനി ഈ ഇമോഷൻസ് ഉണ്ടാകാൻ നമ്മളെ ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റിലുണ്ടായ വൗണ്ട്സ്, നമ്മുടെ ട്രോമാസ് കാര്യങ്ങളായിരിക്കും നമ്മളെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യാന്ന് പറഞ്ഞാൽ പഴയ കാല കാര്യങ്ങൾ നമ്മൾക്ക് ഇതിനൊരു കാരണമായിട്ട് വരാം. നമുക്ക് ഈ അവയർനെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ പവറാണ്. നമ്മൾ ഇമോഷൻ എന്താണ്, അതിനുള്ള ട്രിഗർ എന്താണ് എന്ന് അവെയർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പവർ. അതായത് ആ ഒരു ഇമോഷനെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാതെ റെസ്പോൺസ് കൊണ്ടുവരാൻ, അതായത് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ ഉള്ള ഒരു പവർ കിട്ടുന്നത് ഈ ഇമോഷണൽസിനെ കുറിച്ച് അവെയർ ആയിരിക്കുമ്പോൾ ആണ്. അപ്പൊ നമ്മള് ഇമോഷണൽ റീഅലൈൻമെന്റിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ ഇത് അവെയർ ആയിരിക്കുക. അതായത് ഇമോഷൻസിന് ഫസ്റ്റ് അവെയർ ആകുമ്പോഴാണ് നമുക്കതിനെ ഒരിക്കലും അതിനെ
അതുമായിട്ട് മല്ലിടുകയല്ല ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട്, പാസ്റ്റിൽ എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ട്, എന്റെ ലൈഫിൽ എന്നെ പണ്ട് മുതൽ എന്നെ പല കാര്യങ്ങൾ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ആ പരാജയ ഭീതി ഇപ്പോഴും എന്റെ മൈൻഡിലുണ്ട്. അപ്പൊ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ എന്താണ്, എനിക്ക് ഫിയർ വരുന്നു, എനിക്ക് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലാത്തതിന് കാരണം ഈ പഴയ പരാജയങ്ങളുടെ പേടിയാണ്. അപ്പൊ നമ്മൾ അത് അവെയർ ആയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്, എപ്പോഴും പരാജയം വരുന്നില്ലല്ലോ, നമ്മള് അതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവെയർ ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ നമുക്ക് ലൈഫിൽ എന്താണ്, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ ആദ്യം ലൈഫില് നമ്മുടെ സിഗ്നൽസ്, നമ്മുടെ ബോഡി തരുന്ന ഇമോഷൻസിനെ അവെയർ ആവാനുള്ള ഒരു എബിലിറ്റി. അപ്പൊ നമ്മൾ എപ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇപ്പൊ കറന്റ്ലി എന്റെ ഇമോഷൻ എന്താണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഇമോഷൻസ് ഇതുപോലെ നിങ്ങൾക്ക് അവെയർ ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. പ്രകാശ് സാർ, എനി ഡൗട്ട്? റെക്കോർഡിങ്സ് കിട്ടണമായിരുന്നു. ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ ക്ലാസിന്റെ? ഗ്രൂപ്പിൽ സാർ ഇല്ലാലെ ഗ്രൂപ്പിൽ? ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യും. അനിൽ സാറിന്റെ അടുത്ത് ഞാൻ പറയാം ഗ്രൂപ്പിൽ ഒന്ന് ആഡ് ചെയ്യാം. അനിൽ സാറെ ഒന്ന് പ്രകാശ് സാറിനെ ഒന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ. നമ്മൾ ഇടുന്ന റെക്കോർഡിങ്സ്. ഓക്കെ ഓക്കെ. പ്രകാശ് സാർ അത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും, കിട്ടും. എല്ലാ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ഉണ്ട്. അത് ഞാൻ അറ്റൻഡ് ചെയ്ത് ഞാൻ റെക്കോർഡിങ്സ് വേണ്ടവര് പേഴ്സണൽ ആയിട്ട് അനിൽ സാറിന് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, അനിൽ സാർ ഇട്ട് തരുന്നതാണ്. നാല് ക്ലാസ്സിന്റെയും റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. വേണ്ടവർക്ക് അനിൽ സാറിന് പേഴ്സണൽ ആയിട്ടൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി, സാർ ഇട്ട് തരുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കാര്യങ്ങൾ. താങ്ക് യു ഈ സർ. ഈ ഇമോഷൻസ് നമ്മുടെ ഈ ഇപ്പോഴത്തെ ജന്മത്തിലെ മാത്രമേ ഉള്ളൂ, പൂർവ്വജന്മത്തിലെ നമ്മളെ ബാധിക്കുമോ? പൂർവ്വജന്മത്തിലേക്ക് ബാധിക്കോ അതേക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ കറണ്ട് ലൈഫിലെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് അതിനെ കുറിച്ച് അത്ര വ്യക്തമായ അറിവില്ല. ഞാൻ വേണമെങ്കിൽ അത് അന്വേഷിച്ചിട്ട് ആൻസർ പറയാം. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടോ? അതെ, ജന്മത്തിലെ കറക്റ്റ് അറിയില്ല. ഞാൻ അതേക്കുറിച്ചുള്ള സ്റ്റഡീസ് ഒന്നും നടത്തിയിട്ടില്ല. ഞാൻ ഇതുപോലെ പൂർവ്വജന്മത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഹിപ്നോട്ടിക് തെറാപ്പി കാര്യങ്ങൾ ജസ്റ്റ് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ അതേക്കുറിച്ച് എനിക്ക് ഒരാൾക്ക് ഇതാണ് എന്ന് പറഞ്ഞു തരാനുള്ള ഒരു നോളജ് ഇല്ല. ഞാൻ അത് അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ശരി. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇപ്പൊ കുട്ടി ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് ആ ഒരു സമയമില്ല, ആ ഒരു സമയം മുതൽ നമ്മൾക്ക് ആ കുട്ടിയുടെ മൈൻഡിൽ, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ജനിച്ച അന്ന് മുതൽ, ജനിച്ച അന്നല്ല, നമ്മള് മീൻസ് ജനിച്ച അന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലേക്ക് ജനിച്ചതല്ല, നമ്മുടെ അമ്മയുടെ ഉള്ളില് ഉദരത്തില് എന്നാണ് കൺസീവ് ആവുന്നത്. ആ ഒരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ആ തുടക്കം മുതൽ നമ്മൾ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ അത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത്. അല്ലാത്തത് അവിടെ ഇല്ല എന്ന അർത്ഥമില്ല. പക്ഷെ നമുക്കത് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഓർത്തെടുക്കാൻ സാധിക്കാത്തതാണ്. പക്ഷെ ആ ഓർത്തെടുക്കാത്ത കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന നമ്മുടെ പല ഓർത്തെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളും നമ്മുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെ ബാധിക്കുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മള് ജസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി, നിങ്ങളൊന്ന് കണ്ണടയ്ക്കുക, നിങ്ങളുടെ ചൈൽഡ്ഹുഡിലേക്ക് പോവുക, ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കാലത്തിലേക്ക് കൊണ്ടുപോകുക. അതായത് നിങ്ങളുടെ പഴയ കാലത്ത് ആ സ്കൂളിൽ പഠിക്കുന്ന ആ കുഞ്ഞിക്കാലല്ലേ, ഒരു 2 to 5, അതായത് LKG നഴ്സറി കാലഘട്ടത്തിലേക്ക് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് നിങ്ങളൊന്ന് ഓർത്തെടുത്ത് നോക്കിക്കുക, ആ സമയത്ത് നിങ്ങൾ ഇട്ട ഡ്രസ്സ്, നിങ്ങൾ കഴിച്ച്, നിങ്ങൾ അന്ന് അച്ഛനും അമ്മയും ആരെങ്കിലും വഴക്കുറ, അങ്ങനെ ആ ഒരു സമയത്ത് ഒരു ഇൻസിഡന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക.
ആ കുഞ്ഞു കാലഘട്ടത്തില്, ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെ ആ ഒരു കുഞ്ഞു സമയത്ത് നിങ്ങളുടെ ഒരു കാര്യം ഒന്ന് ഓർത്തെടുക്കുക. ജസ്റ്റ് ബ്രെയിനോട് പറഞ്ഞാൽ മതി, ഒന്ന് ഓർക്കണം. നിങ്ങൾ കമ്പല് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് നമ്മുടെ ലൈഫ് പുറകിലേക്ക് കൊണ്ടുപോവാ. ആ കുഞ്ഞു കാലഘട്ടത്തിൽ കിട്ടിയില്ലെങ്കിൽ കുറച്ച് ആ സ്കൂൾ 1-ാം ക്ലാസ്സിലേക്കുള്ള കാര്യം ഓർത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ബാക്കിലോട്ട് ആലോചിച്ച് നോക്കുക. പ്രകാശ് സാറ് ഓർത്തെടുക്കാൻ സാധിച്ചോ? സ്കൂളിൽ ആദ്യം പോകാതിരുന്നപ്പോഴത്തേന് അടിച്ച് കൊണ്ടുപോയി സ്കൂളിൽ വിടുന്ന ഒരു കാലം ആ സമയത്ത് സാറിന്റെ ഡ്രസ്സ് കാര്യങ്ങൾ ഒന്ന് പറയാവോ? എന്തായിരുന്നു ഡ്രസ് ഇട്ടായിരുന്നത്? കാര്യങ്ങൾ കറക്റ്റ് ഓർമ്മയില്ല അന്നത്തെ. ഓർമ്മയില്ല. ആ സമയത്ത് ഇമേജിലൂടെ സാറിന് എന്തെങ്കിലും കാണാൻ സാധിച്ചു? മീൻസ് ആ സമയത്ത് ഇപ്പൊ ടീച്ചർ ഇതായിരുന്നു, അല്ലെങ്കിൽ ആ സ്കൂളിന്റെ വരാന്ത കാര്യങ്ങൾ ആ സമയത്ത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അത് പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ സാറ് ഏത് സമയത്തെയാണെന്ന് ഓർത്തെടുത്തതെന്ന് പറഞ്ഞേ? 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി 1-ാം ചേർത്ത്. ക്ലാസ്സിൽ. അപ്പൊ 1-ാം ക്ലാസ്സിൽ പഠിച്ച സമയത്തെ കാര്യങ്ങളാണ് ഇപ്പോ പ്രകാശ് സാർ ഓർത്തെടുത്തത്. ഇതുപോലെ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നില്ല, ടൈം പോകും. എല്ലാവർക്കും നമ്മുടെ ചെറുപ്പകാലത്തെ പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ട്. പക്ഷെ നമ്മൾ ഇമോഷണലി ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ, ഇപ്പൊ ഞാനിതൊരു കാര്യം പറഞ്ഞില്ലെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ക്ലോസ് തന്നില്ലെങ്കിൽ, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചെറിയ കാലത്തെ കുറിച്ച് ഓർത്തെടുക്കാൻ പറ്റണമെന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ പയ്യെ നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മളിങ്ങനെ ഒരിക്കലും ഇതേക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്. അതായത് ഇപ്പൊ നമ്മളൊരു ഇതിലെടുക്കുന്ന മെസ്സേജുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു മെസ്സേജ് മുമ്പൊന്ന് റീഡ് ചെയ്തിട്ടേക്കെന്നാണെങ്കിൽ ഏറ്റവും ഇപ്പൊ ഇന്ന് നമ്മൾ കൂടുതൽ സംസാരിച്ച സംഭവം ഇതാണല്ലോ, പവർ പോയിന്റ് പ്രസന്റേഷനെ കുറിച്ചാണ്. അപ്പൊ അതായത് ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ പണ്ട് കാലത്ത് പ്രസന്റേഷൻ താഴെ പോയി കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് അതെടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ 2 വർഷം മുമ്പ് ഉപയോഗിച്ച PPT, അതായത് എന്റെ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് PPT ഞാൻ ഇന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അത് എന്ത് തന്നു? മുകളിൽ വന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബ്രെയിനിൽ സ്റ്റോർഡ് ആണ്. നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാത്തപ്പോൾ ചിലപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ കിടക്കുന്നതായിരിക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീകോൾ ചെയ്യാൻ പറ്റില്ല. ഇനി ചില സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്തും കാര്യങ്ങളിലൊക്കെ നമുക്ക് വേഗമായിട്ട്, ഇപ്പൊ നമ്മൾ ഈ സ്വപ്നം കാണുക എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് നമ്മുടെ ചിന്തകളിലൂടെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ കടന്നു പോകുന്നത്. അതായത് നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ TV കണ്ടതോ. പക്ഷെ നമ്മുടെ ബ്രെയിന് റിയാലിറ്റി ഏതാണ്, തെറ്റേതാണ്, റിയൽ ആയിട്ടുള്ളത് ഏതാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പഠനത്തിൽ പറയുന്നത്, ഒരു ഭാര്യയുടെ ബ്രെയിനിലെ വേവ്സും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയിട്ട് ആ ആളോട് ചോദിച്ചു, തന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ടുള്ള ആളല്ലേ, വ്യക്തിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല, എന്റെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ആ ബ്രെയിൻ അതെന്തുകൊണ്ടാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്? അതായത് ആള് ഒരിക്കല് ഒരു ദിവസം എന്താണ്, ഒരു നല്ല മഴയുള്ള സമയത്ത് ഹസ്ബൻഡ് വരാൻ ലേറ്റ് ആയി. അപ്പൊ പുള്ളിക്കാരി ചിന്തിച്ചു, അതായത് എന്റെ ഹസ്ബൻഡ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നു മരണപ്പെട്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതും റിയാലിറ്റി ആയിട്ട് തന്നെയാണ് ബ്രെയിൻ സേവ് ചെയ്യുന്നത്. കാരണം ബ്രെയിന് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് റിയാലിറ്റി ഏതാണ്, ശരി ഏത്. അതായത് നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യവും റിയൽ ആയിട്ട് തന്നെയാണ് ബ്രെയിൻ, അതായത് നമ്മൾ കൊടുക്കുന്ന തോട്ട്സ് എല്ലാം അതിൽ സ്റ്റോർ ചെയ്ത് പോകുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എല്ലാത്തിനെയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും പല ചിന്തിച്ച കാര്യങ്ങളും എല്ലാം ഈ ബ്രെയിനിൽ സ്റ്റോർഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് പറയുമ്പോൾ അതിൽ തെറ്റുകൾ സംഭവിക്കുന്നത്. നമ്മുടെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനെ കൊണ്ട് എന്താ ഫേക്ക് ഇറ്റ് ടിൽ മേക്ക് ഇറ്റ് എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഫേക്ക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറയും അത് റിയൽ ആകുന്നത് വരെ. കാരണം നമ്മുടെ ബ്രെയിനിന് അറിയില്ല. അപ്പൊ നമ്മളൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യം ബ്രെയിനിലേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്രെയിൻ വിചാരിക്കും ശരിയാണ്. അപ്പോ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അത് ശരിയാന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അത് റിയൽ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഫേക്ക് ഇറ്റ് എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം ബ്രെയിന്
ഫേക്ക് ആയിട്ട് കൊടുത്താൽ, ഇവൻ നമുക്ക് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫേക്ക് ആയിട്ടൊന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മൂഡ് സങ്കടമാണോ, ബ്രെയിന് ചെയ്യാൻ പറ്റില്ല. വോയിസ് കട്ടായിരുന്നു. വീട്ടില് ഭയങ്കര പ്രശ്നങ്ങൾ, ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടായി ഇതാക്കി നിൽക്കുന്ന ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വീട്ടിലിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് പുറത്ത് ഒരു ഗസ്റ്റ് വന്നു. ഗസ്റ്റ് വന്നപ്പോ നമ്മൾ ചിരിച്ച് വളരെ ഹാപ്പി ആയിട്ട് അവിടെ പോയി രണ്ടുപേരും കൂടെ നിന്ന് സംസാരിച്ചു. ആ വന്ന അതിഥി പോയി കഴിയുമ്പോ ആദ്യം അവരുണ്ടാക്കിയ ഇരുന്ന ആ വഴക്കടിച്ച് ഈശപ്പെട്ടിരുന്ന ആ ഒരു മൂഡിലല്ലായിരിക്കും പിന്നീട് അവരുടെ ആ മൂഡിൽ ഒരു ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ടാവും. എന്താണ് അവിടെ ആ മൂഡിൽ വേരിയേഷൻ വന്നത്, പുതിയൊരു വ്യക്തി വന്നപ്പോ ഒരു ഫേക്ക് ആയിട്ട് അവർ ഹാപ്പിനെസ് കാണിച്ചു. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ബ്രെയിനിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഏത് മൂഡാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കൊടുക്കുന്നത് എന്തോ ആ ഇൻഫർമേഷൻസ് എല്ലാം സത്യമാണെന്നുള്ള രീതിയിൽ എടുക്കുന്നതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ ആണ് ഇതൊക്കെ നോക്കുന്നത്. ഇപ്പൊ ശരിയാണോ, ഇപ്പൊ രാത്രിയാണോ പകലാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ലോജിക്കൽ ബ്രെയിൻ. സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊന്നുമില്ല, എന്ത് കൊടുത്താലും അതെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ്, നമ്മുടെ സങ്കടങ്ങള് എപ്പോഴും സങ്കടങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും ഞാൻ ഒരു പ്രാരാബ്ധക്കാരിയാണ്, ഒരു സങ്കടക്കാരിയാണ് എന്ന് വിചാരിച്ചിട്ട് അതാണ് റിയൽ എന്ന് നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചേഞ്ച് ആയി പോകും. ക്ലിയർ ആയി എന്ന് കരുതുന്നു. എനി ഡൗട്ട്? ഭ്രമരി പ്രാണായാമം ചെയ്താൽ ഈ ലോജിക്കൽ ബ്രെയിന് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതാണ്. നമ്മുടെ ബ്രെയിനിലേക്ക് ഓക്സിജന്റെ കണ്ടന്റ് കൂടുമ്പോൾ നമ്മുടെ നമ്മുടെ ബ്രെയിൻ ഓൾറെഡി അതിന്റെ എബിലിറ്റി കൂടും. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ബ്രീത്തിങ് ടെക്നിക്ക് അതൊക്കെയാണല്ലോ. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രീത്തിങ് ടെക്നിക്സ് തന്നെയാണ്. ബ്രീത്തിങ് ടെക്നിക്സ് നമ്മുടെ ബ്രെയിനിന്റെ കൂടുതൽ ഓക്സിജൻ ചെല്ലുമ്പോൾ തന്നെ അതിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് വളരെ കൂടുതലായിരിക്കും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബ്രീത്തിങ് ടെക്നിക്സ് എല്ലാം തന്നെ. പല രീതിയിലുള്ള ബ്രീത്തിങ് ടെക്നിക്സിന്റെ എല്ലാം എഫക്റ്റീവ് ആണ്. എല്ലാവരുടെയും സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓവർ ടു യു അനിൽ സർ. താങ്ക് യു ഷബാസ് മാം. അപ്പൊ ഇന്നത്തെ 4ാമത്തെ ദിവസം നമുക്ക് മനോഹരമായി അവസാനിപ്പിച്ചു. ഇമോഷണൽ ട്രിഗേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ ചില പഴയകാല ഓർമ്മകളൊക്കെ നമുക്ക് ട്രിഗർ ചെയ്യുന്നുണ്ടോ, അതിപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനുമായിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു, നമ്മൾ റിയാക്ട് ചെയ്യണോ റെസ്പോൺസ് ചെയ്യണോ, ഏതാണ് ആവശ്യം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമോഷണൽ അവയർനെസ്. 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം. വാട്ട് യു ഫീൽ? എന്ത് വിഷയം വന്നാലും നമുക്ക് അങ്ങനെ ചോദിക്കാം. വാട്ട് ഐ ഫീൽ, വൈ ഐ ഫീൽ ഇറ്റ്. ദെൻ തേർഡാണ് ഇമ്പോർട്ടൻറ്റ്, ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസ്. എന്നെ എങ്ങനെ എന്റെ ചിന്തകളെ, എന്റെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു. അപ്പൊ ഈ 3 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആവും. നമ്മൾ റിയാക്ഷന് പകരം റെസ്പോൺസ് ആവുന്ന ഒരു ഹൈ വൈബ്രേഷനിലേക്ക് നമ്മൾ മാറുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഹൈ വൈബ്രേഷൻ എനർജി ഉള്ള ഒരാളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റു ലോ വൈബ്രേഷൻ എനർജി ഉള്ളവരെയൊക്കെ നമുക്ക് ഉയർത്താൻ പറ്റും. അപ്പൊ നമ്മളും ലോ വൈബ്രേഷൻ എനർജി ആണെങ്കിൽ മറ്റുള്ളവർ അല്പം തളർന്നിരിക്കുമ്പോൾ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും അവർ തളർന്നു പോകുന്ന അവസ്ഥ. അപ്പൊ നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജി ഉള്ള ആൾക്കാരായി മാറിയിരിക്കുകയാണ്. ഈ നമ്മുടെ ഇമോഷണൽ ട്രിഗേഴ്സ് എന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചാപ്റ്റർ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ സെഷൻ അവസാനിപ്പിക്കുന്ന മുമ്പ് വളരെ മനോഹരമായ ഒരു 10 അഫർമേഷൻ എടുത്തുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പൊ അഫർമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ നെഗറ്റീവ് ചിന്തകൾക്ക് പകരം പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറക്കുന്ന ചില പ്രസ്താവനകളാണ്. അതെപ്പോഴും പ്രസന്റ് ടെൻസിൽ വേണം, പോസിറ്റീവ് ആയിരിക്കണം. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്താക്കാം, പവർഫുൾ ആക്കാം. അപ്പൊ ഈ ഓരോ അഫർമേഷന്റെ അർത്ഥം നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലൊന്ന് ഉൾക്കൊള്ളണം. എന്നാലേ അതിന്റെ ആ യഥാർത്ഥ
ഇതിലേക്ക് എത്തുള്ളൂ. അപ്പൊ വൺസ് അഗൈൻ, അപ്പൊ ടേക്ക് എ ലോങ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് കംപ്ലീറ്റ്ലി. ഈ പറയുന്നതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ മതിയേ. ഐ ആം എ ബ്ലെസ്സിങ് ടു ദ വേൾഡ്. I am a blessing to the world. Yeah. Next one. I am safe and secure. I am safe and secure. I love and approve of myself. വളരെ ഇമ്പോർട്ടന്റ് വണ്ണാണ്. I love and approve of myself. I am all that I can be. I am all that I can be. I feel good about myself. I feel good about myself. I feel good about myself. It is my birthright to live fully and freely. It is my birthright to live fully and freely. I turn every experience into an opportunity. നമുക്ക് ചില പ്രശ്നങ്ങൾ വരാം, അതിനേക്ക് എന്താക്കി മാറ്റുന്നു? അവസരങ്ങളാക്കി മാറ്റുന്നു. I turn every experience into an opportunity. I am worthy of everything. I am worthy of everything. Yes, നമുക്ക് എല്ലാത്തിനോടും നന്ദിയുള്ളവരാകാം. നമ്മുടെ പ്രതിസന്ധികളോട്, നമ്മുടെ പ്രശ്നങ്ങളോട്, നമ്മളുടെ ഇതുപോലത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരത്തോടെ എല്ലാത്തിനോടും നന്ദിയുള്ളവരാകുമ്പോൾ നമ്മൾ പവർഫുൾ ബീവിംഗ് ആയി മാറുന്നു. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനോഹരമാക്കിയ ഷബാസ് മാമിനും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.